യോഹന്നാന്റെ സുവിശേഷം 14-ാം അധ്യായം 6-ാമത്തെ വാക്യം. 2 വാക്യങ്ങൾ ഇന്ന് രാത്രിയിൽ വായിക്കുകയാണ്. യോഹന്നാൻ 14-6 വെളിപ്പാട് പുസ്തകം 3-ാം അധ്യായം 7-8 വാക്യങ്ങളും. യേശു അവനോട്, ഞാൻ തന്നെ വഴിയും സത്യവും ജീവനുമാകുന്നു. ഞാൻ മുഖാന്തരമല്ലാതെ ആരും പിതാവിൻ്റെ അടുക്കൽ എത്തുന്നില്ല. വെളിപ്പാട് പുസ്തകം 3-ാം അധ്യായം 7-8 വാക്യങ്ങൾ. ഫിലദൽഫിയയിലെ സഭയുടെ ദൂതന് എഴുതുക, വിശുദ്ധനും സത്യവാനും ദാവീദിന്റെ താക്കോലുള്ളവനുമായി, ആരും അടയ്ക്കാതെ വണ്ണം തുറക്കുകയും ആരും തുറക്കാതെ വണ്ണം അടയ്ക്കുകയും ചെയ്യുന്നവൻ അരുളി ചെയ്യുന്നത്, ഇതാ ഞാൻ നിന്റെ പ്രവൃത്തി അറിയുന്നു. ഇതാ ഞാൻ നിന്റെ മുൻപിൽ ഒരു വാതിൽ തുറന്നു വച്ചിരിക്കുന്നു, അത് ആർക്കും അടച്ചുകൂടാ. യോഹന്നാൻ 14-6 യേശു വഴിയാകുന്നു. വെളിപ്പാട് പുസ്തകം 3-ാം അധ്യായത്തിൻ്റെ 8-ാമത്തെ വാക്യത്തിൽ യേശു വാതിൽ ആകുന്നു. ഈ 2 ശബ്ദങ്ങളാണ് ഇന്ന് രാത്രിയിലത്തെ സന്ദേശം. വഴിയാകുന്ന ക്രിസ്തു, വാതിലാകുന്ന ക്രിസ്തു. ദൈവം നമ്മുടെ വഴിയാണ്. നമ്മൾ പോയ വഴികളല്ല ഇനി നമുക്ക് പോകാനുള്ള വഴികൾ. ഒരുപക്ഷെ നിങ്ങളിപ്പോൾ പൊയ്ക്കൊണ്ടിരിക്കുന്ന വഴികളല്ല ദൈവം നിങ്ങളെക്കുറിച്ച് ഉദ്ദേശിച്ചിരിക്കുന്ന വഴികൾ. വിശുദ്ധ തിരുവെഴുത്തുകൾക്കകത്ത് സദൃശ്യവാക്യങ്ങൾ 14-12 ജ്ഞാനിയിൽ ജ്ഞാനിയായ ശലോമോൻ പറയുന്നു, ഒരു വഴി മനുഷ്യന് ചൊവ്വായി തോന്നും, അതിൻ്റെ അവസാനമോ മരണവഴികൾ തന്നെ. നമുക്കൊക്കെ ചൊവ്വായി തോന്നുന്ന വഴികൾ ശരിക്കും ദൈവം ആഗ്രഹിക്കുന്ന വഴിയാകണം എന്നില്ല. അതുകൊണ്ടാണ് 27-ാം സങ്കീർത്തനത്തിൻ്റെ 11-ാമത്തെ വാക്യത്തിൽ സങ്കീർത്തനക്കാരനായ ദാവീദ് ദൈവത്തോട് പ്രാർത്ഥിച്ചത്, നിന്റെ വഴി എന്നെ കാണിക്കണേ, എൻ്റെ ശത്രുക്കൾ നിമിത്തം നേരെയുള്ള പാതയിൽ എന്നെ നടത്തണേ. ദൈവമേ, നിന്റെ വഴി എന്നെ കാണിക്കണം. ശത്രുക്കൾ ഒത്തിരിയുണ്ട്. അതുകൊണ്ട് എൻ്റെ പരാജയം കാണാൻ ആഗ്രഹിക്കുന്നവർ എൻ്റെ ചുറ്റും നിൽക്കുന്ന കാരണം കൊണ്ട് നീ ആഗ്രഹിക്കുന്ന ആ നേരെയുള്ള വഴിയിൽ എന്നെ നടത്തണം. 27-ാം സങ്കീർത്തനത്തിൻ്റെ 11-ാം വാക്യത്തിൽ അഭിഷിക്തനായ ദാവീദ് ഈ പ്രാർത്ഥന ദൈവത്തോട് പ്രാർത്ഥിച്ചതിൻ്റെ മറുപടി തനിക്ക് ലഭിച്ചത് 32-ാം സങ്കീർത്തനത്തിൻ്റെ 8-ാം വാക്യത്തിലാണ്. ഞാൻ നിന്നെ ഉപദേശിച്ച് നടക്കേണ്ട വഴി ഞാൻ നിനക്ക് കാണിച്ചു തരും, ഞാൻ നിന്റെ മേൽ ദൃഷ്ടി വെച്ച് നിനക്ക് ആലോചന പറഞ്ഞു തരും. ഇന്ന് രാത്രിയിൽ ഈ പന്തലിലോ ഇതിൻ്റെ പരിസരങ്ങളിലോ വഴി എന്തെന്നറിയാതെ വഴിമുട്ടി നിൽക്കുന്ന ആരെങ്കിലും എന്നെ കേൾക്കുന്നെങ്കിൽ, അല്ല വഴി തെറ്റിപ്പോയവർ എന്നെ ശ്രദ്ധിക്കുന്നെങ്കിൽ, വഴിയാകുന്ന ക്രിസ്തുവിനോട് ഇന്ന് രാത്രിയിൽ വഴി ചോദിച്ചാൽ നിന്റെ മേൽ ദൃഷ്ടി വെച്ച് നിനക്കാലോചന പറഞ്ഞു തന്ന് നീ പോകേണ്ടുന്ന വഴിയിൽ അവൻ നിന്നെ നടത്തുന്നവനാണ്. ഇന്ന് രാത്രിയിൽ എന്തെല്ലാം കാര്യങ്ങൾ നമ്മൾ ദൈവത്തോട് ചോദിച്ചിട്ടുണ്ട്. ജീവിതത്തിൽ പ്രാർത്ഥിച്ച പല പ്രാർത്ഥനകളുടെയും മറുപടികൾ ജീവിതത്തിൽ അനുഭവിച്ചവരാണ് ഈ സന്ദേശം ഇന്ന് രാത്രിയിൽ കേട്ടുകൊണ്ടിരിക്കുന്നത്. ആ കരങ്ങളെ ഒന്ന് ഉയർത്തി ദൈവത്തോട് പറയാൻ കഴിയുമോ, അപ്പാ എൻ്റെ വഴിയിൽ എനിക്ക് സഞ്ചരിക്കണ്ട, നിന്റെ വഴി എന്നെ കാണിക്കണമേ. അങ്ങനെ പ്രാർത്ഥിക്കുന്ന ഒരു വ്യക്തിയെങ്കിലും ഇന്ന് രാത്രിയിൽ ഇവിടെ വന്നിട്ടുണ്ടെങ്കിൽ സ്വർഗത്തിലെ ദൈവം നിന്നെ അറിയിക്കുന്നു, ഞാൻ നിന്നെ ഉപദേശിച്ച് നടക്കേണ്ടുന്ന വഴി ഞാൻ നിനക്ക് കാണിച്ചു തരും, ഞാൻ നിന്റെ മേൽ ദൃഷ്ടി വെച്ച് നിനക്ക് ആലോചന പറഞ്ഞു തരും. ഇത് മനസ്സിലാക്കിയ മനുഷ്യൻ ദൈവത്തോട് വഴി ചോദിച്ചാൽ വഴി ദൈവം കാണിച്ചു തരുമെന്ന് തിരിച്ചറിഞ്ഞ ദാവീദ് ദൈവം പറഞ്ഞ വഴിയിൽ നടന്നാൽ അത് പരാജയമാകില്ല, അത് വിജയമാകുമെന്ന് തിരിച്ചറിഞ്ഞ മനുഷ്യൻ 37-ാം സങ്കീർത്തനത്തിന്റെ 5-ാം തിരുവെഴുത്തിൽ പൊതുവായ ഒരു ഉപദേശം മനുഷ്യർക്ക് തരികയാണ്. നിന്റെ വഴി യഹോവയിൽ ഭരമേൽപ്പിക്ക്, അവനിൽ തന്നെ ആശ്രയിക്ക്, അവൻ അതിനെ നിർവഹിക്കും. ഇന്ന് രാത്രിയിൽ അപ്പാ അങ്ങയുടെ വഴിയിൽ
എന്നെ നടത്തണമേ എന്ന് ജീവിതത്തിൽ ഒരിക്കലെങ്കിലും പ്രാർത്ഥനയുടെ അനന്തര ഫലമായി അനുഗ്രഹങ്ങൾ അനുഭവിച്ച ആരെങ്കിലും ഈ പന്തലിൽ ഇരിപ്പുണ്ടെങ്കിൽ, ദൈവം പറഞ്ഞ വഴിയിലേക്ക് ഞാൻ തിരിഞ്ഞത് അബദ്ധമായില്ല എന്ന അനുഭവം ഉള്ളവരുണ്ടെങ്കിൽ ഒന്ന് കൈകൾ ഉയർത്തി പിടിക്കാവോ? അവർക്ക് മറ്റുള്ളവരോട് പറയാൻ ഒറ്റ ഉപദേശമേ ഉള്ളൂ. ബ്രദറെ, സിസ്റ്ററെ, നിന്റെ വഴി നീ യഹോവയിൽ പരമേൽപ്പിക്ക്, അവനിൽ തന്നെ ആശ്രയിക്ക്. എന്നെ വിടുവിച്ച കർത്താവ് നിന്നെയും വിടുവിക്കും, എന്നെ സൗഖ്യമാക്കിയ കർത്താവ് നിന്നെയും സൗഖ്യമാക്കും. എനിക്ക് നിത്യജീവൻ നൽകിയ ദൈവം നിനക്കും നിത്യജീവൻ തരും. എനിക്ക് സമാധാനം നൽകിയ ക്രിസ്തു നിനക്കും സമാധാനം നൽകും. ഈ യിരെമ്യാവിന്റെ പ്രവചന പുസ്തകത്തിനകത്ത് 7-ാം അധ്യായത്തിന്റെ 23-ാം തിരുവെഴുത്തിൽ ജെറമ്യ പറയുന്ന ഒരു വാക്കുണ്ട്. സ്വർഗത്തിലെ ദൈവം പറയുകയാണ്, എന്റെ വാക്ക് കേട്ടനുസരിപ്പീൻ, എന്നാൽ ഞാൻ നിങ്ങൾക്ക് ദൈവമായും നിങ്ങൾ എനിക്ക് ജനമായും ഇരിക്കും. നിങ്ങൾ നന്നായിരിക്കേണ്ടതിന് ഞാൻ നിങ്ങളെ കൽപ്പിച്ച വഴിയിൽ നടക്കുവീൻ. ഒന്നുകൂടെ പത്തനാപുരംകാരോട് പറയാം, നിങ്ങൾ നന്നായിരിക്കേണ്ടതിന് ഞാൻ നിങ്ങളോട് കൽപ്പിച്ച വഴിയിൽ നിങ്ങൾ നടക്കുവീൻ. ജെറമ്യ 7:23. ജീവിതം നന്നായിരിക്കണമെന്ന് ആഗ്രഹിക്കുന്നവരുണ്ടോ? അതിനകത്ത് ജാതിയില്ല, അതിൽ മതമില്ല, അതിൽ സഭയോ സംഘടനയോ വ്യത്യാസമില്ല. ജീവിതം നന്നാകണം, തലമുറ നന്നാകണം, ജീവിതം അനുഗ്രഹിക്കപ്പെടണം എന്നാഗ്രഹിക്കുന്നവരാരെങ്കിലും ഇന്ന് രാത്രി ഈ ശബ്ദം കേൾക്കുന്നെങ്കിൽ, സ്വർഗത്തിലെ ദൈവം നിന്നോട് പറയുന്നു, നീ നന്നായിട്ടിരിക്കേണ്ടതിന്, നിന്റെ ജീവിതം ബ്ലസ്ഡ് ആകേണ്ടതിന് ഞാൻ നിന്നെ അറിയിക്കുന്ന ഈ വചനത്തിന്റെ വഴിയിൽ ഇന്ന് രാത്രിയിൽ നീ തിരിയുവാൻ ദൈവം നമ്മോട് സംസാരിക്കുകയാണ്. എന്താണ് ഈ വഴിയുടെ പ്രത്യേകത? ആസാഫ് സങ്കീർത്തനം എഴുതുമ്പോ 81-ാം സങ്കീർത്തനത്തിന്റെ 13 മുതൽ 16 വരെയുള്ള തിരുവെഴുത്തുകളിൽ ആസാഫ് പറയുകയാണ്, അയ്യോ, എന്റെ ജനം എന്റെ വാക്ക് കേൾക്കുകയും ഇസ്രായേൽ എന്റെ വഴിയിൽ നടക്കുകയും ചെയ്തെങ്കിൽ കൊള്ളാമായിരുന്നു. എന്നാൽ ഞാൻ വേഗത്തിൽ അവരുടെ ശത്രുക്കളെ കീഴടക്കുമായിരുന്നു, അവരുടെ വൈരിയുടെ നേരെ എന്റെ കൈ തിരിയുമായിരുന്നു. യഹോവയെ പകയ്ക്കുന്നവർ അവന് കീഴടങ്ങുമായിരുന്നു, അവരുടെ ശുഭകാലം എന്നേക്കും നിലനിൽക്കുമായിരുന്നു. മേൽത്തരമായ ഗോതമ്പ് കൊണ്ടും പാറയിൽ നിന്നൊഴുകുന്ന തേൻ കൊണ്ടും ഞാൻ അവരെ പോഷിപ്പിക്കുമായിരുന്നു. ആർക്കാണ് പാറയിൽ നിന്നൊഴുകുന്ന തേൻ? ആർക്കു വേണ്ടിയാണ് മേൽത്തരമായ ഗോതമ്പ്? ആരുടെ ശത്രുക്കളെയാണ് കീഴടക്കുന്നത്? ഏത് വൈരിയുടെ നേരെയാണ് ദൈവത്തിന്റെ കരം തിരിയുന്നത്? ആരുടെ ശുഭകാലമാണ് എന്നേക്കും നിലനിൽക്കുന്നത്? നിലനിൽക്കുന്നതൊന്നു വേണമെങ്കിൽ സ്വർഗം പറയുന്നു, നിങ്ങൾ എൻ്റെ വാക്ക് കേൾക്കുകയും ഞാൻ പറഞ്ഞ വഴിയിൽ നിങ്ങൾ നടക്കുകയും ചെയ്യുക. ദൈവത്തിന്റെ വഴിയിലേക്ക് ഒരുത്തൻ തിരിഞ്ഞാൽ അവന്റെ ജീവിതം അനുഗ്രഹിക്കപ്പെടുമെന്ന് ഒരു സംശയം ഇന്ന് രാത്രിയിലില്ല. പ്രിയനെ, നിന്റെ ആത്മാവ് ശുഭമായിരിക്കുന്നത് പോലെ നീ സകലത്തിലും ശുഭമായും സുഖമായും ഇരിക്കണമെന്ന് യോഹന്നാൻ നമ്മെ പഠിപ്പിക്കുമ്പോൾ, ഇന്ന് രാത്രി ദൈവ വഴിയിലേക്ക് തിരിഞ്ഞവർ ഇങ്ങനെയല്ല ഈ പന്തലിൽ ഇരിക്കേണ്ടത്. ദൈവ വഴിയിലേക്ക് തിരിഞ്ഞവർ മുഖം മാടിയല്ല ഇരിക്കേണ്ടത്. ഇന്ന് രാത്രിയിൽ നീ അനുഭവിച്ചിട്ടില്ലാത്ത നന്മയുണ്ടോ? ജീവിതത്തിൽ മേൽത്തരമായ ഗോതമ്പും പാറയിൽ നിന്നൊഴുകുന്ന തേനും, ജീവിതത്തിൽ എത്രയെത്ര അനുഗ്രഹങ്ങൾ അനുഭവിച്ചവരാണ് ഇന്ന് രാത്രിയിൽ ഇവിടെ വന്നിരിക്കുന്നത്. ഒരു കുപ്പി വിഷത്തിലോ ഒരു തുണ്ട് കയറിലോ അവസാനിക്കേണ്ട നിന്റെ ജീവിതത്തെ, നിന്റെ വീട്ടിൽ മരണത്തിന്റെ നിലവിളികൾ ഉയരേണ്ട സാഹചര്യത്തിൽ, നീ തകർന്ന് തരിപ്പണമാകേണ്ട സാഹചര്യത്തിൽ, പൈശാചിക മണ്ഡലങ്ങൾ നിന്നെ തകർത്തെറിയാൻ പദ്ധതികൾ ഒരുക്കിയ മേഖലകളിൽ ദൈവത്തിന്റെ വഴിയിലേക്ക് തിരിഞ്ഞ ഒറ്റ കാരണം കൊണ്ട് ഇന്ന് രാത്രിയിലും ഞാൻ അനുഗ്രഹിക്കപ്പെട്ടിരിക്കുന്നു. എന്റെ കുടുംബക്കാരുടെ മുമ്പിൽ, എന്റെ തലമുറയുടെ നടുവിൽ, എന്റെ ജീവിതത്തിന്റെ നടുവിൽ എന്റെ ദൈവം എന്നെ മാനിച്ചു എന്ന അനുഭവമുള്ളവർക്കായി ഞാൻ ദൈവത്തെ സ്തുതിക്കുക. പ്രിയപ്പെട്ടവരെ, നമ്മൾ സാധാരണ പറയാറുണ്ട്, മേൽത്തരമായ ഗോതമ്പും പാറയിൽ നിന്ന് ഒഴുകുന്ന തേനും, നിലനിൽക്കുന്ന ശുഭകാലം, ശത്രുക്കൾക്കെതിരെ തിരിയുന്ന, വൈരിക്കെതിരെ തിരിയുന്ന ദൈവകരം, ഇതൊക്കെ ആർക്ക് വേണ്ടിയാണ്? നിങ്ങൾ എൻ്റെ വാക്ക് കേൾക്കുകയും എൻ്റെ വഴിയിൽ നടക്കുകയും ചെയ്യുമെങ്കിൽ കൊള്ളാമായിരുന്നു. ഈ ജീവിതത്തിലെ വഴിത്തിരിവ് എന്ന് പറയുന്നത് അമേരിക്കൻ വിസ കിട്ടിയതല്ല. ജീവിതത്തിന്റെ വഴിത്തിരിവ് എന്ന് പറയുന്നത്
മക്കള് കാനഡയ്ക്കും UK പോയതല്ല. അത് നിങ്ങൾ ചോദിക്കുക, അതെന്നാ ബ്രദർ അങ്ങനെ പറയുന്നത്? അതൊക്കെ ഞാൻ പോയി കാണുന്ന ആളെ ഇടയ്ക്കൊക്കെ. സ്തോത്രം. ആരും മിണ്ടുന്നില്ലല്ലോ. ഒരു ജോലി കിട്ടിയിരുന്നെങ്കിൽ എല്ലാം ശരിയായേനെ എന്ന് പ്രാർത്ഥിക്കാൻ വന്ന വ്യക്തിക്ക് ജോലി കിട്ടിക്കഴിഞ്ഞ് 4 മാസം കഴിഞ്ഞ് ഞാൻ ചോദിച്ചു എല്ലാം ശരിയായോ എന്ന്. ഇല്ലെന്ന് പറഞ്ഞു. ഒരു വണ്ടി മേടിച്ചെങ്കിൽ എല്ലാം ശരിയായേനെ, അതിനു വേണ്ടി പ്രാർത്ഥിച്ച് വണ്ടി കിട്ടിയ ആളിനോട് 6 മാസം കഴിഞ്ഞ് കണ്ടപ്പോൾ ചോദിച്ചു എല്ലാം ശരിയായോ? ഒന്നും ശരിയായില്ലെന്ന് പറഞ്ഞു. ഒരു വീട് കിട്ടിയാൽ, ഒരു വസ്തു കിട്ടിയാൽ എല്ലാം നേരെയായേനെ, എന്റെ പ്രശ്നമെല്ലാം മാറിയേനെ. വസ്തുവും വീടും കിട്ടിയവനോട് 1 വർഷം കഴിഞ്ഞ് ചോദിച്ചു എല്ലാം ശരിയായോ? ഒന്നും ശരിയായിട്ടില്ലെന്ന് പറഞ്ഞു. പ്രൈസ് ദി ലോർഡ്. ഈ ലോകത്തിലെ എന്തെങ്കിലും എന്റെ പക്കൽ ലഭിക്കുന്നതല്ല എന്റെ ജീവിതത്തിന്റെ വഴിത്തിരിവ്. ക്രിസ്തുവിലേക്കുള്ള എന്റെ തിരിവാണ് എന്റെ വഴിത്തിരിവ്. വചനത്തിലേക്കുള്ള എന്റെ തിരിവാണ് എന്റെ വഴിത്തിരിവ്. 7 ഭൂതങ്ങൾ ബാധിച്ച മഗ്ദലക്കാരി മറിയോട് ചോദിച്ചേ എന്താണ് അവളുടെ വഴിത്തിരിവെന്ന്. അവൾ പറയും, ഞാൻ ക്രിസ്തുവിനെ കണ്ടെത്തിയതാണ്. ആമീൻ. ഈടുറ്റ കരുത്തുള്ള 14 ലേഖനങ്ങൾ ദൈവസഭയ്ക്ക് എഴുതി നൽകിയ ശൗലായിരുന്ന പൗലോസിനോട് ചോദിച്ചു നോക്കിയേ എന്താണ് അവന്റെ വഴിത്തിരിവെന്ന്. ദമസ്കോസിന്റെ പടിവാതിക്കൽ വെച്ച് സൂര്യനേക്കാൾ മിന്നുന്ന പ്രഭാകിരണങ്ങൾ കണ്ണിലടിച്ച് വാഹനമൃഗത്തിൽ നിന്ന് നിലത്തു വീണ് നീ ആരാകുന്നു കർത്താവേ എന്ന് ചോദിച്ച ചോദ്യത്തിന് മുമ്പിൽ നീ ഉപദ്രവിക്കുന്ന നസ്രയനാകുന്ന യേശു ആകുന്നു ഞാൻ എന്ന ക്രിസ്തുവിനോടുള്ള അവന്റെ എൻകൗണ്ടറാണ്, കൂട്ടിമുട്ടലാണ്, കണ്ടെത്തലാണ് അവന്റെ വഴിത്തിരിവ്. ഇന്ന് രാത്രി പാരമ്പര്യം പിടിച്ചതുകൊണ്ട് ഈ തണുത്തുറഞ്ഞിരിക്കുന്നെങ്കിലും ഇതിനകത്ത് വന്നിരുന്നിട്ട് ഒരു നന്മയും കിട്ടിയില്ല എന്ന മനോഭാവത്തിൽ എന്നെ ഇങ്ങനെ വീക്ഷിക്കുന്നെങ്കിലും സൂക്ഷിച്ചു നോക്കുന്നെങ്കിലും ചങ്കത്തൊന്ന് അടിച്ചു ചോദിക്ക്, ജീവിതത്തിന്റെ വഴിത്തിരിവ് നീ രക്ഷിക്കപ്പെട്ടതല്ലേ? ജീവിതത്തിന്റെ വഴിത്തിരിവ് നിന്റെ വീട്ടിൽ കർത്താവ് വന്നതല്ലേ? ജീവിതത്തിന്റെ വഴിത്തിരിവ് ഇന്ന് രാത്രിയിൽ ഈ ജീവന്റെ വചനത്തിന്റെ സത്യം നിനക്ക് അനുഭവിക്കാൻ കഴിഞ്ഞതല്ലേ? അത് അനുഭവിച്ചവർ, അത് തിരിച്ചറിഞ്ഞവർ ആ കൈകളെ തട്ടി ഇന്ന് രാത്രിയിൽ കർത്താവിനൊന്ന് നന്ദി പറ. ഹഷമനഗദൽ ഖഡരമനഗജസിയ റീമനമജല ഖഡഗ ശന്ദന റിഗൽ ഖഡഗദന റംധന പ്രഭജഗദ മനഗതുരിഗദലഗസ്കര അർത്ഥമനഗജൽ ഖരദിയാം ധനസിയ. Thank you Lord Jesus. Thank you Lord Jesus. സ്വന്തവും ബന്ധവും ഇതൊന്നുമല്ല വഴിത്തിരിവ്. ഇതൊന്നുമല്ല വഴിത്തിരിവ്. നിന്റെ വഴി എന്നെ കാണിക്കണം. എന്റെ ശത്രുക്കൾ നിമിത്തം നേരെയുള്ള വഴിയിൽ എന്നെ നടത്തണം. പ്രാർത്ഥിക്കാവോ? തമ്പുരാൻ നിന്നോട് പറയും, ഇച്ചിരി വൈകിയാലും ഞാൻ നിന്റെ മേൽ എൻ്റെ 2 ദൃഷ്ടിയും വെച്ച് നീ ഓരോ ചുവട് വയ്ക്കുമ്പോഴും നിനക്ക് ആലോചന പറഞ്ഞു തന്ന് ഞാൻ നിന്നെ നടത്തും. ആ ചുവട് പിഴക്കിയല, ആ ചുവട് പിഴക്കിയല. ശത്രുക്കൾക്ക് നിന്നെ അമ്മാനമാടാൻ അവൻ കൊടുക്കുകയല്ല. നിന്റെ ജീവിതത്തിൽ ഒരു കറപ്ഷനും ഉണ്ടാകാതെ, ഒരു വാക്ക് പോലും നിനക്കെതിരെ ഉച്ചരിപ്പാൻ പോലും കഴിയാതെ, നിന്നെ കുടുക്കാൻ സംഗതി അന്വേഷിച്ച് നടക്കുന്നവന് പോലും ഒന്നും പറയാനില്ലാത്ത നിലകളിൽ നിന്നെ കൈവെള്ളയിൽ കൊണ്ട് നടക്കുന്നൊരു ദൈവമുണ്ട്. പെരുവെള്ളം കവിഞ്ഞു വരുമ്പോൾ അത് നിന്റെ മീതെ ഒഴുകില്ല. തീയിലൂടെ നടന്നാൽ നിന്റെ കാല് വെന്തു പോകില്ല. അഗ്നിജ്വാലകൾക്ക് നിന്നെ ദഹിപ്പിക്കാൻ കഴിയുകയില്ല. ഇതാ ഞാൻ നിന്നെ എന്റെ ഉള്ളം കയ്യിൽ വഹിച്ചിരിക്കുന്നു എന്ന് പറഞ്ഞൊരു ദൈവം ഇന്ന് രാത്രിയിൽ ഇതിൽ ജീവിക്കുന്നു. അതുകൊണ്ടാണ് പ്രവാചകനായ യെശയ്യാവ് തന്റെ പുസ്തകത്തിന്റെ 48-ാം അധ്യായത്തിന്റെ 17-ാം വാക്യത്തിൽ പറഞ്ഞത്, ഇസ്രായേലിന്റെ പരിശുദ്ധനും നിന്റെ വീണ്ടെടുപ്പുകാരനുമായ യഹോവ ഇപ്രകാരം അരുളി ചെയ്യുന്നു. ഒന്ന് വായിച്ചോ. ശുഭകരമായി പ്രവർത്തിക്കുവാൻ, ശുഭകരമായി പ്രവർത്തിക്കുവാൻ. രാവിലെ മുതൽ രാത്രി വരെ കിടന്നുറങ്ങാതെ എന്തെങ്കിലുമൊക്കെ പ്രവർത്തിക്കുന്നവരൊന്ന് കൈ ഉയർത്തിയേ. കൈയില്ലേ? സ്തോത്രം. അല്ല, ഫുള്ള് കിടപ്പാണോ? അല്ല, എന്തെങ്കിലുമൊക്കെ ചെയ്യുന്നവരൊന്ന് കൈ പൊക്കിയേ. സ്തോത്രം. വന്നപ്പോൾ മുതലേ ചിലരെന്നെ സൂക്ഷിച്ചു നോക്കുന്നുണ്ട്. സ്തോത്രം.
പിന്നെ എനിക്ക് അവരോടൊക്കെ വലിയ സ്നേഹ. ഒരു വചനം ശ്രദ്ധയോടെ കേൾക്കുന്നതുകൊണ്ട് എന്നെ ഇങ്ങനെ ശ്രദ്ധിച്ചു നോക്കുന്നതെന്ന് എനിക്കറിയാം. ആ വാക്യം ഒന്ന് വായിച്ചു. ഇസ്രായേലിന്റെ പരിശുദ്ധനും. അല്ല, ഈ വാക്യം എല്ലാം ഞാൻ തന്നെ പറഞ്ഞാലും ശരിയാകുകയല്ലോ. ഇടയ്ക്ക് അവരുടെയും കൂടെ ഒരു ഇത് വേണമല്ലോ. പറഞ്ഞോ, ഇസ്രായേലിന്റെ പരിശുദ്ധനും. എന്നാ പറഞ്ഞേ? ശുഭകരമായി പ്രവർത്തിക്കണം. ഞാൻ എവിടെയെങ്കിലുമൊക്കെ പ്രവർത്തിക്കുന്നവരോട് ഞാൻ ചോദിക്കുകയാണ്, അത് ശുഭകരമായി പ്രവർത്തിക്കണം എന്ന് ആഗ്രഹിക്കുന്നവരെന്ന് കൈപൊക്കി. കർത്താവേ, ആ കൈപൊക്കിയവർക്ക് അങ്ങനെ തന്നെ സംഭവിക്കട്ടെ. ശുഭകരമായി പ്രവർത്തിക്കുവാൻ നിന്നെ അഭ്യസിപ്പിക്കുകയും. കണ്ടോ, ആ വേർഡ് എടുക്കണ്ടേ? ഇന്ന് രാത്രിയിൽ എൻ്റെ പ്രാരംഭ സന്ദേശം വഴിയാകുന്ന ക്രിസ്തുവാണ്. നീ പോകേണ്ടുന്ന വഴിയിൽ നിന്നെ നടത്തുകയും. നീ പോകേണ്ടുന്ന വഴിയിൽ, ഞാൻ പറഞ്ഞ വഴിയിൽ നീ സഞ്ചരിച്ചാൽ നിന്റെ പ്രവർത്തന മേഖലകൾ ശുഭകരമാകും. ശുഭകരമാകും. എവിടെയാണോ പ്രവർത്തിക്കുന്നത്, നിങ്ങൾ ശുശ്രൂഷയിൽ നിൽക്കുന്നവരാണോ, ദൈവഹിതമില്ലാത്ത വഴികളിൽ സഞ്ചരിക്കരുത്. നിങ്ങൾ ഏത് മേഖലയിലാണ് പ്രവർത്തിക്കുന്നത്, ആ പ്രവർത്തന മേഖലകൾ ബ്ലെസ്ഡ് ആകാൻ, സക്സസ് ആകാൻ ദൈവത്തിന്റെ വഴിയിൽ സഞ്ചരിക്കണം. സംഘടന പറയുന്നതിനകത്തല്ല നിന്റെ ശുശ്രൂഷ. മനുഷ്യൻ നിനക്ക് ഓതി തരുന്നതല്ല നീ ഏറ്റെടുക്കേണ്ടത്. തമ്പുരാൻ ഇന്ന് രാത്രിയിൽ പറയുന്നത് ചെയ്യാൻ തയ്യാറാകണം. കർത്താവിനോട് പറഞ്ഞു, ഇപ്പൊ വചനം പ്രസംഗിക്കാൻ, ഇപ്പൊ ഇത് നിർത്തി രോഗികൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ ദൈവാത്മാവ് എന്നോട് പറഞ്ഞാൽ ഞാൻ രോഗികൾക്ക് വേണ്ടി പ്രാർത്ഥിക്കും. അപ്പൊ അത് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടില്ല, അടുത്ത വർഷത്തെ ചെങ്കിലാത്ത കൺവെൻഷൻ എനിക്ക് വേണ്ട. ആരും മിണ്ടുന്നില്ലല്ലോ. പ്രൈസ് ദി ലോർഡ്. ദൈവം എന്ത് പറയുന്നോ, ഏത് വഴിയിൽ തിരിയാൻ പറയുന്നോ ആ വഴി തിരിയും. ദൈവം പറയുന്ന വഴിയിലേക്ക് തിരിയുന്നതാണ് വഴിത്തിരിവ്. ഹല്ലേലൂയ. ജീവിതത്തിലൊരു വഴിത്തിരിവ് ഉണ്ടായില്ലല്ലോ, ജീവിതത്തിലൊരു വിടുതലും ഉണ്ടായില്ലല്ലോ എന്ന് പറയുന്നവർ ഇതിനകത്തുണ്ടെങ്കിൽ ഒന്ന് ശോധന ചെയ്ത് നോക്ക്, തമ്പുരാൻ എന്നോട് പറഞ്ഞ റൂട്ടിൽ തന്നെയാണോ ഞാൻ സഞ്ചരിക്കുന്നതെന്ന്. ശുഭകരമായി പ്രവർത്തിക്കുവാൻ എന്നെ അഭ്യസിപ്പിക്കുകയും ഞാൻ പോകേണ്ടുന്ന വഴി എനിക്ക് കാണിച്ചു തരികയും ചെയ്യുന്ന ഒരു ദൈവമുണ്ട്. ഹല്ലേലൂയ. ഈ വേദപുസ്തകം പഠിക്കുമ്പോൾ ദൈവം തമ്പുരാൻ നമ്മളോട് എടുക്കാൻ പറഞ്ഞ വഴിയുണ്ട്, എടുക്കരുതെന്ന് പറഞ്ഞ വഴിയുണ്ട്. മലയാളികളായതുകൊണ്ട് മറ്റേ സാധനം ആദ്യം കേൾക്കാൻ ഇഷ്ടം ഏതാ? വേണ്ട, കറക്റ്റായിട്ട് അച്ഛൻ പറഞ്ഞു. വർഷങ്ങളായിട്ട് സ്റ്റേജിൽ കേരളക്കരയിൽ ശുശ്രൂഷിക്കുന്ന ആളാണ്, അതുകൊണ്ട് പുള്ളിക്ക് അറിയാതെ ഏതാ. എടുക്കരുതെന്ന് പറഞ്ഞ വഴി കേൾക്കാനാണ് നമുക്ക് ആദ്യം ഇഷ്ടം. വായിച്ചോ, യൂദായുടെ ലേഖനം 1-ാം അധ്യായം 11-ാം വാക്യം. യൂദായുടെ ലേഖനം 11-ാം വാക്യം. അവർക്ക് അയ്യോ കഷ്ടം. ആർക്കാ? അവർ കയീന്റെ വഴിയിൽ നടക്കുകയും കൂലി കൊതിച്ച് ബിലയാമിന്റെ വഞ്ചനയിൽ തങ്ങളെ തന്നെ ഏൽപ്പിക്കുകയും കോരകിന്റെ മത്സരത്തിൽ നശിച്ചു പോകുകയും ചെയ്യുന്നു. ഇതാ യൂദയുടെ ലേഖനത്തിൽ യൂദ പറയുകയാണ്, അവർക്ക് അയ്യോ കഷ്ടം. അപ്പം ഒരു കൂട്ടർ പ്രശ്നത്തിലാണ്. ആരാണവർ? അവർ കയീന്റെ വഴിയിൽ നടന്നു. അപ്പോ യൂദയുടെ ലേഖനത്തിൽ യൂദ പറയുകയാണ്, 3 പേരുടെ വഴി, 3 പേർ എടുത്ത വഴി നിങ്ങൾ എടുക്കരുത്. ഒന്ന്, കയീൻ എടുത്ത വഴി 10,000-കാരെടുക്കരുത്. 2, ബിലയാം എടുത്ത വഴി നിങ്ങൾ എടുക്കരുത്. 3, കോരഗ് എടുത്ത വഴി നിങ്ങൾ എടുക്കരുത്. ഈ 3 റൂട്ടും അപകടമാണ്. പ്രൈസ് ദി ലോർഡ്. എന്താണ് കയീന്റെ വഴി? പ്രത്യേകിച്ച് സ്നേഹത്തോടുകൂടെ എൻ്റെ സഹോദരങ്ങളോടും മാതാപിതാക്കളോടും വളരെ പ്രായം ചെന്ന് വളരെ സീനിയറായിട്ടുള്ള ബഹുമാന്യരായ കർത്തൃദാസന്മാരോടും എൻ്റെ ജ്യേഷ്ഠ സഹോദരന്മാരോടും സ്നേഹത്തോടെ ഞാൻ തിരുവെഴുത്തി എന്ന് പറയുകയാണ്, കയീന്റെ വഴി നമുക്ക് വേണ്ട. അപ്പം നിങ്ങൾ ചോദിക്കുക, അതെന്നാന്ന്? ഈ അസൂയ കൊണ്ട് മറ്റുള്ളവരെ നശിപ്പിക്കാൻ ഇറങ്ങിത്തിരിക്കുന്ന വഴി നമുക്ക് വേണ്ട. അതാ കയീന്റെ വഴി. തൻ്റെ സഹോദരനായ ഹാബേൽ കഴിച്ച യാഗം ദൈവത്തിന് പ്രസാദമായി എന്ന് കണ്ടപ്പോൾ, ഹാബേലിന്റെ യാഗത്തിൽ ദൈവം പ്രസാദിച്ചു എന്ന് കയീൻ തിരിച്ചറിഞ്ഞപ്പോൾ, കയീന്റെ അകത്ത്
സഹോദരനായ ഹാബേലിനോട് അസൂയ തോന്നി, ജലസി തോന്നി. ഞാൻ ചോദിക്കട്ടെ, അസൂയുള്ള ആരെങ്കിലും ഉണ്ടോ ഇതിൽ? ആരുമില്ലേ? മുജാഹിദിനെ നല്ല സ്ഥലത്ത് തന്നെ വിളിച്ചു കേട്ടോ. അസൂയുള്ള ആരെങ്കിലും ഉണ്ടോ ഇതിൽ? എല്ലാവർക്കും അസൂയ ഉണ്ടെന്നേ. അസൂയില്ലാത്ത ആരാ ഉള്ളേ? ദേഷ്യമുള്ളവരുണ്ടോ? എല്ലാവർക്കും ദേഷ്യമുണ്ടെന്നേ. ദേഷ്യ അസൂയൊക്കെ മനുഷ്യനിൽ സ്വാഭാവികമായുള്ള നാച്ചുറലായുള്ള കാര്യ. കൊച്ചു പിള്ളേർക്ക് വരേണ്ട അസൂയ ഏതാ? 3 വയസ്സുള്ള കൊച്ചിന്, 3 വയസ്സുള്ള കൊച്ചിന്റെ കയ്യിൽ ഒരു മുട്ടായി കൊടുത്തേ. തൊട്ട് മുകളിൽ 5 വയസ്സുള്ള ഒരു കൊച്ചുണ്ട്. ഈ 3 വയസ്സുള്ള കൊച്ചിന്റെ കയ്യിൽ നിന്ന് ഈ മുട്ടായി മേടിച്ച് 5 വയസ്സുള്ള കൊച്ചിന്റെ കൊടുത്തേ. കൊച്ചു കരയോ നമുക്ക് നോക്കാം. 5 വയസ്സുള്ള കൊച്ചിനൊരു മിഠായി കൊടുത്തത് കൊണ്ട് 3 വയസ്സുള്ള കൊച്ചു കരയുന്ന എന്തിനാ? അപ്പൊ 3 വയസ്സുള്ള കൊച്ചിന്റെ അകത്ത് ഇരിപ്പുണ്ട്, എനിക്ക് കിട്ടിയില്ല അവനെ കിട്ടിയെന്ന്. അല്ല, ഇത് 3 വയസ്സുള്ള കൊച്ചിന്റെ കയ്യിലുണ്ട്, ഇവിടെ 80 വയസ്സുള്ള കൊച്ചിന്റെ കയ്യിലും ഉണ്ട്. ഇത് ആരും മിണ്ടുന്നില്ലല്ലോ. ഹല്ലേലൂയ. അപ്പൊ അതിനകത്ത് പ്രായമൊന്നുമില്ല, എല്ലാവരുടെ അകത്തുണ്ട് ഈ സാധനം. പക്ഷേ ദൈവം മനുഷ്യർക്ക് നൽകിയ വികാരങ്ങൾ അസൂയ. ഈ അസൂയ മറ്റുള്ളവരെ നശിപ്പിക്കാനുള്ളതല്ല. ഒരു കുട്ടി നന്നായി പഠിക്കുന്നു, അവനേക്കാൾ എനിക്ക് നന്നായി പഠിക്കണമെന്ന് തോന്നുന്ന എന്റെ വികാരം നല്ലതാ. പ്രൈസ് ദി ലോർഡ്. ഒരു കർത്തൃദാസൻ നന്നായി നിന്ന് വചന ശുശ്രൂഷിക്കുന്നു, എന്റെ ദൈവമേ എന്നെ അതുപോലെ ഉപയോഗിക്കണേ, കർത്താവേ നിന്റെ ശുശ്രൂഷയിൽ ഉപയോഗിക്കണേ എന്ന് നിങ്ങളുടെ അകത്ത് വരുന്ന തോന്നൽ നല്ലതാ, നിങ്ങൾക്ക് വളരാൻ പറ്റും. എന്നാൽ ഒരു കർത്തൃദാസൻ നിന്ന് നന്നായി വചനം ശുശ്രൂഷിക്കുകയും പ്രയോജനപ്പെടുകയും ചെയ്യുമ്പം ഇവനൊരു പണി കൊടുക്കണമല്ലോ എന്ന് നീ ചിന്തിക്കുന്നത് നിന്റെ അസൂയാണ്. നന്നായിട്ട് ആ കുട്ടി ഉറക്ക ഉളച്ച് പഠിച്ച് നല്ല മാർക്ക് മേടിക്കുമ്പോ നീ അവൻ കോപ്പി അടിച്ച് ജയിച്ചതാണ്, നന്നായിട്ട് പഠിച്ചതൊന്നുമല്ല, കാശ് കൊടുത്ത് മേടിച്ച അഡ്മിഷനാണ് എന്ന് നീ പറഞ്ഞു പരത്തുന്നത് അസൂയാണ്. ഹല്ലേലൂയ. ഒരു നല്ലൊരു കീബോർഡിസ്റ്റ് ഒരു കീബോർഡ് വായിക്കുമ്പോ എനിക്കും ആ മനുഷ്യൻ പ്ലേ ചെയ്യുന്ന പോലെ വായിക്കാൻ പറ്റണമെന്ന് ഒരു തോന്നൽ ഉണ്ടാക്കുന്നത് അവനിലുള്ള ടാലന്റ് വർദ്ധിപ്പിക്കും. അതിന് പകരം അവന്റെ കീബോർഡിനകത്ത് എന്തോ കൂടുപാത്രം ഇരിപ്പുണ്ട്, ആരും മിണ്ടുന്നില്ലല്ലോ. അതിന്റെ മാരകമായ ശക്തി കൊണ്ടാണ് അവനത് വായിക്കുന്നത് എന്ന് നീ പറഞ്ഞു പരത്തുന്നത് നിന്റെ അസൂയയാണ്. പ്രിയപ്പെട്ടവരെ, അസൂയ കൊണ്ട് ആരെയും തകർക്കാൻ ശ്രമിക്കരുത്, കയ്യിന്റെ വഴി എടുക്കരുത്. ആ വ്യക്തി അനുഗ്രഹിച്ച ദൈവത്തിന് നിന്നെ അനുഗ്രഹിക്കാൻ കഴിയും. ഈ മനുഷ്യനെ ഉപയോഗിക്കുന്ന കർത്താവിന് നിന്നെ ഉപയോഗിക്കാൻ കഴിയും. അവന് വീട് കൊടുത്ത ദൈവത്തിന് നിനക്കും വീട് തരാൻ കഴിയും. അവനെ മാനിച്ച ദൈവത്തിന് നിന്നെ മാനിക്കാൻ കഴിയും. യോബ് തന്റെ സ്നേഹിതന്മാർക്ക് വേണ്ടി പ്രാർത്ഥിച്ചപ്പോൾ തന്റെ അവസ്ഥയെ മാറ്റിയ ദൈവം ഇന്ന് രാത്രിയിലും ജീവിക്കുന്നുണ്ട് പ്രിയരെ. ആമീൻ. അസൂയകൾ നമ്മുടെ അകത്ത് പാടില്ല, തിന്മയുടെ അസൂയ പാടില്ല. അസൂയ കൊണ്ട് വാക്കുകൊണ്ടോ എഴുത്തുകൊണ്ടോ പ്രവൃത്തി കൊണ്ടോ നോട്ടം കൊണ്ടോ പരദൂഷണം കൊണ്ടോ ആരെയും തകർക്കാൻ ഇറങ്ങി പുറപ്പെടരുത്. അത് ദൈവിക വഴിയല്ല, അത് കൈയിന്റെ വഴിയാണ്. അത് കൈയിന്റെ വഴിയാണ്. അവരെ നോക്കി വേദപുസ്തകം പറയുന്നത് അവർ കയ്യോ കഷ്ടം എന്നാണ്. ചേർന്നൊരു ആമീൻ പറഞ്ഞേ. രണ്ടാമതൊരു കൂട്ടരാണ് കോരഹിന്റെ വഴി. എന്താണ് ഈ കോരഹ് എടുത്ത വഴി? സംഖ്യയുടെ പുസ്തകം 16-ാം അധ്യായത്തിലേക്ക് വരുമ്പോൾ അതിന്റെ 1 മുതലുള്ള വാക്യങ്ങൾ വായിക്കുമ്പോൾ നമുക്കറിയാം. എടുത്തെങ്കിൽ വായിച്ചോ. മോശയ്ക്ക് വിരോധമായി ഒരു വലിയ സഭയ്ക്കകത്തു നിന്നും ഒരു ചെറിയ കൂട്ടം, 250ഓളം പേർ കൂടുന്ന ഒരു ചെറിയ കൂട്ടം എഴുന്നേറ്റ് വരികയാണ്. കോരഹിന്റെ നേതൃത്വത്തിൽ അധികാരത്തോട് ആ കൂട്ടർ മത്സരിക്കുകയാണ്. അവരെന്താ മോശയോട് പറഞ്ഞെന്നറിയാവോ? നീ മാത്രമേ വിശുദ്ധനായുള്ളോ, നീ മാത്രമേ ദൈവദാസനായുള്ളോ, ഞങ്ങളും വിശുദ്ധരല്ലേ, ഞങ്ങളും അധികാരമുള്ളവരല്ലേ എന്ന് പറഞ്ഞ് അധികാരങ്ങളോട്, ആത്മീക നേതൃത്വത്തോട് മറുതലിപ്പ് കാണിച്ച കോരഹും കോരഹിന്റെ കൂട്ടരും എടുത്ത വഴി. എന്താണ് അവർക്ക് സംഭവിച്ചത്? 30-ാമത്തെ വാക്യം, സംഖ്യാപുസ്തകം 16-ാം അധ്യായം 30-ാമത്തെ വാക്യത്തിൽ ബൈബിൾ പറയുന്നു, ഒരു അപൂർവ കാര്യം സംഭവിച്ചു. ഭൂമി വായ് പിളർന്ന് കോരഹിനെയും കൂട്ടത്തെയും വിഴുങ്ങിക്കളഞ്ഞു. അതുകൊണ്ട് യൂദ പറയുന്നു,
അധികാരങ്ങളോട് മറുതലിപ്പ് കാണിക്കുന്ന, ആത്മീക അധികാരങ്ങളോട് വിരൽ ചൂണ്ടുന്ന കോരഹിന്റെ വഴി എടുക്കരുത്. മൂന്നാമതൊരു കൂട്ടത്തെ കുറിച്ച് പറയുന്നു, ബിലയാമിന്റെ വഴി. ആരാണ് ബിലയാം? 2 പത്രോസിന്റെ ലേഖനം 2-ാം അധ്യായം 15 മുതലുള്ള വാക്യത്തിൽ പറയുന്നു, അവർ നേർവഴി വിട്ടുതെറ്റി ബയോരിന്റെ മകനായ ബിലയാമിന്റെ വഴിയിൽ നടന്നു. എന്ന് പറഞ്ഞാൽ പണത്തിന് വേണ്ടി എന്തും കാണിക്കുന്ന പരിപാടി. ഹല്ലേലൂയ. പണത്തിന് വേണ്ടി എന്തും ചെയ്യുന്നത്, എല്ലാം മറക്കുന്ന വഴി. ചരിത്രത്തിൽ ആദ്യമായി ഒരു മൃഗം ഹീബ്രു സംസാരിച്ചു, എബ്രായ ഭാഷ. അത് ബിലയാമിനോട് കഴുത സംസാരിച്ചതാണ്. ദൈവത്തിന് സംസാരിപ്പിക്കേണ്ടി വന്നു. ഹല്ലേലൂയ. ബിലയാം എടുത്ത വഴി ദ്രവ്യാഗ്രഹത്തിന്റെ വഴിയാണ്. ബിലയാം എടുത്ത വഴി കൈക്കൂലിയുടെ വഴിയാണ്. ബിലയാം നേർവഴി തെറ്റിപ്പോയി. പ്രിയപ്പെട്ടവരെ, യൂദ പറയുന്നു, നീ 3 വഴികൾ എടുക്കരുത്. ഒന്ന്, അസൂയ കൊണ്ട് മറ്റുള്ളവരെ തകർക്കാൻ ഇറങ്ങി പുറപ്പെടുന്ന കൈയിന്റെ വഴി എടുക്കരുത്. അധികാരത്തോട് മറുതലിക്കുന്ന, വിരൽ ചൂണ്ടുന്ന, അഹങ്കാരത്തോടെ പ്രവർത്തിക്കുന്ന കോരഹിന്റെ വഴി എടുക്കരുത്. പണത്തിന് വേണ്ടി എന്തും മറന്നുകൊണ്ട്, ദൈവത്തെ മറന്നുകൊണ്ട്, സകലതും മറന്നുകൊണ്ട് പുറപ്പെടുന്ന ബിലയാമിന്റെ വഴി ഇന്ന് രാത്രി എടുക്കരുത്. ഈ 3 വഴി എടുക്കുന്നവരോട് വേദപുസ്തകം പറയുന്നു, അവർക്ക് അയ്യോ കഷ്ടം. ഇന്ന് രാത്രിയിൽ ഈ മെസ്സേജിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഭാഗത്തിലേക്ക് ഞാൻ വരികയാണ്. സർവശക്തനാകുന്ന ദൈവം ഇതാ ഇസഹാക്കിനോട് പറയുന്നു, നീ വഴിയെടുക്കരുത്. വായിച്ചിട്ടുണ്ടോ? വായിച്ചോ? ഉൽപ്പത്തിയുടെ പുസ്തകം 26-ാം അധ്യായം അതിന്റെ 12 മുതലുള്ള വാക്യങ്ങളിൽ. താങ്ക് യു ജീസസ്. ദയവായിട്ട് ആ ഭാഗം എടുത്തവർ ഒന്ന് വായിക്കാവോ? സിസ്റ്റർ, 26-ന്റെ 1 മുതൽ ഒന്ന് നോക്കാവോ? 1 മുതൽ ഒന്ന് വായിക്കാവോ? അബ്രഹാമിന്റെ കാലത്തുണ്ടായ മുമ്പിലത്തെ ക്ഷാമം. പിന്നെയും ആ ദേശത്തൊരു ക്ഷാമമുണ്ടായി. അപ്പോൾ ഇസ്ഹാക്ക് ഗെരാരിൽ ഫെലിസ്ത്യരുടെ രാജാവായ അബീമേലെക്കിന്റെ അടുക്കൽ പോയി. യഹോവ അവന് പ്രത്യക്ഷനായി അരുളി ചെയ്തതെന്തെന്നാൽ, നീ മിസ്രൈമിലേക്ക് പോകരുത്. യഹോവ പ്രത്യക്ഷപ്പെട്ടിട്ട് ഇസഹാക്കിനോട് പറയുന്നു, നീ മിസ്രൈമിലോട്ട് പോകരുത്, ഈജിപ്തിലേക്കുള്ള വഴി എടുക്കരുത്. അബ്രഹാമിന്റെ കാലത്തുണ്ടായ അതേ ക്ഷാമം ഇസഹാക്കിന്റെ കാലത്തും ഉണ്ടായി. ഇനിയുള്ള ഒരു 10-15 മിനിറ്റ് ഇതിനകത്ത് വലിയ വിടുതലുകൾ സംഭവിക്കും. ഞാനിത് പറയുന്നത് നിങ്ങൾക്ക് ഇപ്പം മനസ്സിലാകുകയില്ല, പിന്നെ മനസ്സിലായിക്കോളും. സ്തോത്രം. അബ്രഹാം അനുഭവിച്ചത് പലതും ഇസഹാക്ക് അനുഭവിച്ചു. അബ്രഹാം സാറയെ നോക്കി രാജാവിനോട് പറയേണ്ടി വന്നു, സാറ എന്റെ സഹോദരിയാണെന്ന്. ഇസഹാക്ക് അബീമേലെക്കിനെ നോക്കി പറയേണ്ടി വന്നു, റിബേക്ക എന്റെ പെങ്ങളാണെന്ന്. അബ്രഹാമിനും പറയേണ്ടി വന്നു, സാറ എന്റെ പെങ്ങളാണെന്ന്. റിബേക്ക നോക്കി ഇസഹാക്കിനും പറയേണ്ടി വന്നു, റെബേക്ക എന്റെ പെങ്ങളാണെന്ന്. അപ്പൊ അബ്രഹാം ഫേസ് ചെയ്തത് പലതും ഇസഹാക്കും ഫേസ് ചെയ്തു. ഹല്ലേലൂയ, ഹല്ലേലൂയ. നമ്മുടെ പിതാക്കന്മാർ അഭിമുഖീകരിച്ചത് പലതും ഒരുപക്ഷെ നമ്മളും അഭിമുഖീകരിക്കേണ്ടി വരും. പക്ഷേ നമ്മുടെ പിതാക്കന്മാർക്ക് ജയം കൊടുത്ത ദൈവം നമുക്കും ജയം തരുന്ന ദൈവമാണ്. അത് അനുഭവിച്ചവർ ഒന്ന് ശബ്ദം ഉയർത്തി ഒരു ഹല്ലേലൂയ പറഞ്ഞ്. ഹല്ലേലൂയ. നമ്മുടെ പിതാക്കന്മാർ അനുഭവിച്ചത് പലതും ഒരുപക്ഷെ നമുക്കും നേരിട്ടെന്ന് വരാം. പക്ഷേ അവരുടെ ദൈവം എന്റെയും ദൈവമാ എന്ന് പറയുന്നവർ ഇന്ന് രാത്രി ദൈവത്തിന് സ്തോത്രം ചെയ്യാം. ഇവിടെ പരിശുദ്ധാത്മാവ് രേഖപ്പെടുത്തിയിരിക്കുന്ന ആലോചന, ഇസഹാക്ക് തെറ്റായ ഒരു വഴിയിലേക്ക് തിരിയാൻ തയ്യാറാകുമ്പോൾ, നിങ്ങളുടെ ഭാഷയിൽ പറഞ്ഞാൽ ഈജിപ്തിലേക്ക് പോകാൻ പെട്ടി പാക്ക് ചെയ്ത് വെച്ചിരിക്കുമ്പോ, സ്വർഗത്തിലെ ദൈവം ദൂതനെ അയക്കാതെ, ഒരു ദൂതുവാഹിയെ വിടാതെ നേരിട്ട് പ്രത്യക്ഷപ്പെട്ട് ഇസഹാക്കിനോട് പറയുന്നു, നീ ഈജിപ്തിലേക്ക് പോകരുത്. താങ്ക് യു ലോർഡ് ജീസസ്. അപ്പൊ ദൈവം പോകരുതെന്ന് പറയുന്ന വഴിയുണ്ടോ? പറഞ്ഞോ, ഉണ്ടോ? പോകരുത്. നിന്റെ പിതാവായ അബ്രഹാമിനോട് സത്യം ചെയ്തതിനെ
വാഗ്ദത്തം ചെയ്തതിനെ ഞാൻ നിവർത്തിക്കും. സാഹചര്യങ്ങളെ കണ്ടുകൊണ്ട് വാഗ്ദത്തമുള്ളവൻ തെറ്റായ വഴി എടുക്കരുത്. സാഹചര്യങ്ങളെ കണ്ടുകൊണ്ട് വാഗ്ദത്തമുള്ളവൻ ബുദ്ധിയിൽ ആശ്രയിച്ച് അവന്റെ വഴിയിലേക്ക് തിരിയരുത്. ദൈവം പറയുന്നു, ഇസഹാക്കേ, നിന്നോടും നിന്റെ അപ്പനോടും ഞാൻ പറഞ്ഞ പല വാഗ്ദത്തങ്ങളും പെൻഡിങ് ആണ്. നിറവേറാൻ ഇനിയും പലതുണ്ട്, പലതും നിറവേറിയിട്ടില്ല. ഇന്ന് രാത്രിയിൽ ഏതെങ്കിലും ഒരു വാഗ്ദത്തം നിന്റെ ജീവിതത്തിൽ പെൻഡിങ് ആയി നിൽപ്പുണ്ടോ? ഏതെങ്കിലും ഒരു വാഗ്ദത്തം ഇന്ന് രാത്രി നിറവേറാനുണ്ടോ? നീ അത് മറന്നാലും ഇന്ന് രാത്രിയിൽ അത് മറക്കാത്ത കർത്താവ് ഈ പന്തലിൽ വന്നിട്ടുണ്ട്. ഞാനത് മറന്നാലും മറക്കാത്ത ദൈവം ഇന്ന് രാത്രി ഇവിടെ വന്നിട്ടുണ്ട്. ആമേൻ. അത് വിശ്വസിക്കുന്നവർ കൈകളെ തട്ടി ഇന്ന് രാത്രി ദൈവത്തിന് നന്ദി പറ. തമ്പുരാൻ പറയുന്നു, മനസ്സുകൊണ്ട് നീ തളരരുത്. സാഹചര്യം കണ്ടുകൊണ്ട് തെറ്റായ വഴി എടുക്കരുത്. സാഹചര്യത്തെ കണ്ടുകൊണ്ട് ഒരു റോങ് റൂട്ടിലേക്ക് നീ പോകരുത്. സംഘടനകളെ കണ്ടുകൊണ്ടോ, ദൈവത്തിന്റെ ആത്മാവിനോട് പറയുന്നത്, നിന്റെ ശുശ്രൂഷയോടുള്ള ബന്ധത്തിൽ, നിന്റെ ജീവിതത്തോടുള്ള ബന്ധത്തിൽ എല്ലാം അവസാനിപ്പിക്കുവാൻ, ഒതുങ്ങാൻ, പുറകോട്ട് പോകാൻ ഇന്ന് രാത്രി തീരുമാനിക്കുന്നവരോട്, മനസ്സ് മടുത്തിരിക്കുന്നവരോട് കർത്താവ് പറയുന്നു, വാഗ്ദത്തം നിന്റെ മേലുണ്ടെങ്കിൽ, ദൈവത്തിന്റെ പ്രൊമിസ് ഇന്ന് രാത്രി നിന്റെ മേലുണ്ടെങ്കിൽ, ആ വാഗ്ദത്തത്തിനകത്ത് നിൽക്ക. മറ്റൊരു വഴിയിലേക്ക് നീ തിരിയണ്ട. സാറയുടെ ഗർഭപാത്രത്തിന്റെ നിർജീവത്വം അബ്രഹാം തിരിച്ചറിഞ്ഞിട്ടും തന്റെ ശരീരത്തിന്റെ ബലം ക്ഷയിച്ചത് താൻ മനസ്സിലാക്കിയിട്ടും അവിശ്വാസത്തിൽ സംശയിക്കാതെ വിശ്വാസത്തിൽ ശക്തിപ്പെട്ട് വാഗ്ദത്തം ചെയ്തവൻ പ്രവർത്തിപ്പാൻ ശക്തനെന്ന് അവൻ ഉറച്ചത് അവന് നീതിയായി കണക്കിട്ടെങ്കിൽ ഇത് അബ്രഹാമിനെ ഉദ്ദേശിച്ച് മാത്രമല്ല സ്വർഗം അറിയിക്കുന്നത്. ഇന്ന് രാത്രിയിൽ ഈ ചെങ്കിലാത്തിൽ, ഈ പട്ടണപുരത്ത്, ഈ ശുശ്രൂഷയിൽ പങ്കെടുക്കുന്ന വാഗ്ദത്തമുള്ള ദൈവത്തിന്റെ ആലോചന ജീവിതത്തിലുള്ള സഭയോടുള്ള ദൈവത്തിന്റെ അരുളപ്പാടാണ്. വാഗ്ദത്തമുള്ള ഇസഹാക്കിനോട് പറയുന്നു, മോനെ, എല്ലാം നിറവേറിയിട്ടില്ല, ഇനിയും നിറവേറാൻ പലതും ബാക്കിയുണ്ട്. നിന്റെ ബുദ്ധിയിൽ ആശ്രയിച്ച് ക്ഷാമം കണ്ടോ, സാഹചര്യം കണ്ടോ, നിന്റെ വഴിയിലേക്ക് നീ തിരിയരുത്. ഇത് ഞാൻ ഇന്ന് രാത്രി വെറുതെ നിന്ന് പ്രസംഗിക്കുകയല്ലെന്ന് എനിക്കറിയാം. എന്നോട് ദൈവാത്മ പറയുന്നു, ആളുകൾ ഇതിനകത്ത് ഇരിപ്പുണ്ട്, അങ്ങനെയുള്ളവർ ഇതിനകത്ത് ഇരിപ്പുണ്ട്. പല സാഹചര്യങ്ങളും കണ്ട് മനസ്സ് മടിച്ചവർ, തലമുറകളെ നോക്കി മനസ്സ് മടിച്ചവർ, ആരോഗ്യ വിഷയങ്ങളിൽ മനസ്സ് മടിച്ചവർ. അപ്പാ, എത്രയെത്ര വാഗ്ദത്തങ്ങളാണ് നീ എന്നോട് പറഞ്ഞത്, പലതും നടന്നില്ലല്ലോ, എന്തേ സംഭവിക്കാത്തത് എന്ന് ചോദിക്കുന്ന ആരെങ്കിലും ഇതിനകത്ത് ഇരിപ്പുണ്ടെങ്കിൽ, സക്കറിയാവേ, ഭയപ്പെടേണ്ട, നിന്റെ പ്രാർത്ഥനയ്ക്ക് മറുപടിയായി എന്ന് പറഞ്ഞ ദൈവം ഒളിവിലല്ല, ലീവിലല്ല, മോർച്ചറിയിലല്ല, ഖബറിലല്ല, കല്ലറയിലല്ല, ഇന്ന് രാത്രിയിലും അവൻ ജീവിക്കുന്നു. പക്ഷേ ഇത് പെന്തിക്കോസ് കൺവെൻഷൻ ആണോ? ആണോ അച്ഛാ? ആണോ? അല്ലെ, ഒരുപാട് ആളുകൾ ഈ എക്യുമെനിക്കൽ കൺവെൻഷനൊക്കെ പ്രസംഗിക്കാൻ പോകുമ്പോൾ ഇരിക്കുന്ന കണ്ടുകൊണ്ട് ചോദിച്ചാ. താങ്ക് യു ലോർഡ് ജീസസ്. പെന്തിക്കോസ് കരിമ്പാറയല്ല, പെന്തിക്കോസ് അമ്മിക്കല്ലിന് കാറ്റ് പിടിച്ചോലിരിക്കുന്ന സാധനം അല്ല. ഇതിനകത്തൊരു ശക്തി വ്യാപരിക്കുന്നുണ്ടെന്നേ, ഇതിനകത്തൊരു അനുഭവം ഉണ്ടെന്നേ. അതെല്ലാവരിലും ഇല്ല. വിശ്വസിക്കുന്നവനിൽ വ്യാപരിക്കുന്ന അവന്റെ ശക്തിയുടെ അളവറ്റ വലിപ്പമെന്ന് തിരുവെടുത്ത് പറയുന്നെങ്കിൽ, വിശ്വസിക്കുന്നവനിൽ ഇന്ന് രാത്രിയിൽ ഈ ദൂതിന്റെ ശക്തി വ്യാപരിക്കട്ടെ. വാഗ്ദത്തമുള്ളവന്റെ വീടിനെ ദൈവം തൊടട്ടെ, വാഗ്ദത്തമുള്ളവന്റെ തലമുറയെ ദൈവം തൊടട്ടെ, വാഗ്ദത്തമുള്ള സഭയെ ദൈവം തൊടട്ടെ, വാഗ്ദത്തമുള്ളവന്റെ കുടുംബത്തെ ദൈവം അനുഗ്രഹിക്കട്ടെ. ഞാൻ നിന്നെ സൗഖ്യമാക്കുന്ന യഹോവയാകുന്നു എന്ന് വാഗ്ദത്തമുണ്ടോ? ഉണ്ടെങ്കിൽ ഇന്ന് രാത്രി നീ സൗഖ്യമായിരിക്കും, ഇന്ന് രാത്രി നീ സൗഖ്യമായിരിക്കും, ഇന്ന് രാത്രി വിടുതൽ നടന്നിരിക്കും. നിന്റെ മക്കൾ യഹോവയാൽ ഉപദേശിക്കപ്പെട്ടവരും അവരുടെ സമാധാനം വലുതുമായിരിക്കുമെന്ന് തിരുവെഴുത്തുണ്ടോ? അങ്ങനെങ്കിൽ നിന്റെ തലമുറകളെ ദൈവം സ്പർശിച്ചിരിക്കും. യേശുവിന്റെ നാമത്തിൽ ഇന്ന് രാത്രിയിൽ ഈ വചനത്തിന്റെ ശക്തി വ്യാപരിക്കണം.
Ratamana Gadaga Jalasia Hardamanaga Shandere Prabhajagadamanagadarashi. എനിക്കറിയാം ഇന്ന് രാത്രിയിൽ ആരാധിക്കുന്നവരിൽ ഈ പന്തലിന്റെ കീഴിൽ ദൈവികമായ ആലോചനയുടെ ആമേൻ വലിയ നിക്ഷേപമുള്ളവർ എന്നെ കേൾക്കുന്നുണ്ട്. മക്കളോടുള്ള വാഗ്ദത്തം, കുടുംബത്തോടുള്ള വാഗ്ദത്തം, സഭയോടുള്ള വാഗ്ദത്തം, ദേശത്തോടുള്ള വാഗ്ദത്തം. എൻ്റെ ദൈവം ആകാശവും ഭൂമിയും മാറിയാലും മാറുകയില്ലെന്ന് ഉറപ്പുള്ളവരുണ്ടോ? അവൻ വാഗ്ദത്തങ്ങളിൽ വിശ്വസ്തനാണ് എന്ന അനുഭവമുള്ളവരുണ്ടോ? ഞാൻ മറന്നാലും എൻ്റെ ദൈവം അത് മറക്കുകയില്ല. അവൻ ഓർത്തുവെച്ച് എന്നെ അനുഗ്രഹിക്കുന്നു എന്ന ഉറപ്പുണ്ടോ? ശുശ്രൂഷയുടെ നിലവാരങ്ങൾ മാറട്ടെ. നിന്റെ കരങ്ങളിലൂടെ അത്ഭുതങ്ങൾ സംഭവിക്കട്ടെ. സഭകളിൽ കൂട്ടമായി സ്നാനങ്ങൾ നടക്കട്ടെ. ഈ പത്തനാപുരം ദേശത്ത് വീണ്ടും ഒരു ഉണർവിന്റെ കാറ്റ് വീശട്ടെ. ഈ പത്തനാപുരം ഒരു ഉണർവിന്റെ ഈറ്റില്ലമാണ്. ഈ പത്തനാപുരത്ത് ദൈവത്തിന്റെ കരം വിവിധ നിലകളിൽ ചലിച്ചിട്ടുണ്ട്. ദൈവം പലരെയും ഉപയോഗിച്ചിട്ടുണ്ട്. വീണ്ടും ഒരു ഉണർവിന്റെ കാറ്റ്, വീണ്ടും ദൈവത്തിന്റെ കരം ഈ ദേശത്തിന്റെ മേൽ വരട്ടെ. Raba Kalebe Hardamanaga Jel Haskara Diribi Gadaga Ribanaga Jel Kamanaga Denagaskara Vaida Prabhajagamanaga Delegadaga Shandana Veda Prabhajagal Manataraga Denasiara. Thank you Jesus. വിശുദ്ധ തിരുവെഴുത്ത് പഠിക്കുമ്പോൾ ഈ ഹബക്കൂക്ക് എന്ന് പറയുന്ന മനുഷ്യൻ തൻ്റെ പ്രവചന പുസ്തകത്തിൻ്റെ 1-ാം അധ്യായത്തിൽ ഹബക്കൂക്ക് ദൈവത്തോട് ചോദിച്ച ഒരു ചോദ്യമുണ്ട്. നിങ്ങൾ വായിച്ചിട്ടുണ്ടോ അത്? ഹബക്കൂക്ക് പ്രവാചകന്റെ പുസ്തകം 3-ാം അധ്യായം. യഹോവേ, ഒന്ന് വായിച്ചേ. 1-ാം അധ്യായത്തിന്റെ 1-ാം വാക്യം. യഹോവേ, എത്രത്തോളം ഞാൻ അയ്യം വിളിക്കുകയും നീ കേൾക്കാതിരിക്കുകയും ചെയ്യും. ഹബക്കൂക്ക് ചോദിക്കുകയാണ്, ദൈവമേ, എത്ര കൊല്ലമായിട്ട് ഞാൻ പ്രാർത്ഥിക്കുക, നീ എന്നാ കേൾക്കാത്തെ? എന്താ എന്റെ പ്രാർത്ഥനയ്ക്ക് മറുപടി ഇല്ലാത്തെ? ഞാൻ അയ്യം വിളിക്കുന്നത് നീ കേൾക്കുന്നില്ലേ? എത്രയോ നാളുകളായി നിന്റെ സന്നിധിയിൽ ഞാൻ കരയുക. അപ്പോ താഴേക്ക് വായിക്കുമ്പോ, സഹോദരി ഒന്ന് വായിച്ചാൽ, കൈകെട്ടിയിരിക്കുന്ന ദൈവത്തെ കാണാം. ഹബക്കൂക്കിന്റെ വെളിപ്പാടാ. ഹബക്കൂക്ക് തന്റെ ഹൃദയത്തിലെ ഭാരത്താൽ ദൈവത്തെ കാണുന്ന ഒരു ചിത്രമാണത്. ഒന്ന് വായിക്കാം. സാഹസ നിമിത്തം ഞാൻ എത്രത്തോളം നിന്നോട് നിലവിളിക്കുകയും നീ രക്ഷിക്കാതിരിക്കുകയും ചെയ്യും. രക്ഷിക്കാത്ത ദൈവം, നീ എന്നെ പ്രാർത്ഥന കേൾക്കാത്ത ദൈവം, നീ എന്നെ നീതികേട് കാണുമാറാക്കുന്നതും നീതികേടിന് കൂട്ടു നിൽക്കുന്ന ദൈവം, പീഡനം വെറുതെ നോക്കുന്നതും എന്തിന്? പീഡനത്തെ വെറുതെ ഇങ്ങനെ നോക്കി നിൽക്കുന്നത്. കവർച്ചയും സാഹസവും എന്റെ മുമ്പിലുണ്ട്. എന്റെ മുമ്പിൽ നടക്കുന്നു. കലഹം നടക്കുന്നു. ചണ്ട ഉളവായി വരും. അതുകൊണ്ട് ന്യായപ്രമാണം അയഞ്ഞിരിക്കുന്നു. താഴേക്ക് വരുമ്പോൾ നീ കൈകെട്ടിയിരിക്കുന്നത് എന്ത്? നീ പ്രവർത്തിക്കാത്തതെന്ത്? അപ്പൊ 1-ാം അധ്യായത്തിൽ ഹബക്കൂക്കിനെ സംബന്ധിച്ച് പ്രാർത്ഥന കേൾക്കാത്ത ദൈവം, പ്രവർത്തിക്കാത്ത ദൈവം, നീതികേടിന് കൂട്ടു നിൽക്കുന്ന ദൈവം, അനങ്ങാതിരിക്കുന്ന ദൈവം, നിലവിളിച്ചിട്ടും കേൾക്കാത്ത ദൈവം. പക്ഷേ 1-ാം അധ്യായം കൊണ്ട് ജീവിതം തീരുന്നില്ല. 2-ാം അധ്യായം തുടങ്ങുന്നത് എങ്ങനെയാണെന്നറിയാവോ? എന്റെ ആവലാതി സംബന്ധിച്ച് ഞാൻ എന്തുത്തരം പറയേണ്ടുവെന്നും കാണേണ്ടതിന് ദൃഷ്ടി വയ്ക്കും. യഹോവ എന്നോട് ഉത്തരം അരുളിയത്. യഹോവ എന്നോട് ഉത്തരം അരുളി. നീ ദർശനം എഴുതുക. യഹോവ എന്നോട് ഉത്തരം അരുളി. 1-ാം അധ്യായത്തിൽ മിണ്ടാത്ത ദൈവം, 2-ാം അധ്യായത്തിൽ മറുപടി പറയുന്ന ദൈവം. ഇന്ന് രാത്രി ഈ ദൂത് വിശ്വസിക്കുന്നവർക്ക് വേണ്ടി ഞാൻ റിലീസ് ചെയ്യുക. നിന്റെ ജീവിതത്തിന്റെ 1-ാം അധ്യായം കൊണ്ട് നിന്റെ ലൈഫ് തീരുകയില്ല. നിന്റെ ജീവിതത്തിൽ ദൈവം മറുപടി തരുന്ന ഒരു 2-ാം അധ്യായം ഉണ്ടായിരിക്കും. ഈ 2024 എൻ്റെ ദൈവം എൻ്റെ പ്രാർത്ഥനകൾക്ക് മറുപടി തരുമെന്ന് വിശ്വസിക്കുന്നവർ ഈ പന്തലിലുണ്ടെങ്കിൽ അവർക്ക് ശബ്ദമുയർത്തി ദൈവത്തിന് നന്ദി പറയാം. 1-ാം അധ്യായം കൊണ്ട് തീരില്ല. 1-ാം അധ്യായം കൊണ്ട് അവസാനിക്കില്ല.
2-ാം അധ്യായം പ്രാർത്ഥനയുടെ മറുപടിയാണ്. 3-ാം അധ്യായം ആരാധനാ ഗീതമാണ്. പ്രാർത്ഥനയുടെ മറുപടി കഴിഞ്ഞാൽ പിന്നെ ആരാധനാ ഗീതമാണ്. 3-ാം അധ്യായം തുടങ്ങുന്നത് തന്നെ അങ്ങനെയാണ്. ഹല്ലേലൂയ. ഉന്നതികളിൽ മാൻപേട കാൽ പോലെന്റെ കാലുകളെ ഉന്നതഗിരികളിൽ എത്തിക്കുന്ന ദൈവം, ഇറങ്ങി വരുന്ന ദൈവം, പ്രവർത്തിക്കുന്ന ദൈവം. 1-ാം അധ്യായം വായിച്ചിട്ട് 3-ാം അധ്യായം വായിച്ച ഇങ്ങേര് തന്നെയാണോ ഇതെല്ലാം പറയുന്നത് ചിന്തിച്ചു. ആരും മിണ്ടുന്നില്ല. പ്രൈസ് ദി ലോർഡ്. 3-ാം അധ്യായത്തിലേക്ക് വരുമ്പോൾ 1-ാം അധ്യായത്തിൽ ചോദിച്ചതിന് നേരെ വിപരീതമായുള്ള കാര്യമാണ് ഹബക്കൂക്ക് പറയുന്നത്. ഇതോ ദൈവം ഇറങ്ങി വരുന്നു, ദൈവം പ്രവർത്തിക്കുന്നു, എൻ്റെ കാലുകളെ അവൻ ബലപ്പെടുത്തുന്നു, അവൻ ശക്തീകരിക്കുന്നു. എന്നെ കേൾക്കുന്ന പ്രിയപ്പെട്ടവരെ, 2-ാം അധ്യായത്തിന് വേണ്ടി ജീവിതത്തെ ഇന്ന് രാത്രിയിൽ ഈ പന്തലിനകത്ത് ജാമീൻ ചിലരെ കർത്താവ് സജ്ജമാക്കുന്നത് എനിക്ക് ആത്മാവിൽ അറിയാം. നിന്റെ ഭവനത്തിൽ ആരാധന ഉയരും, നിന്റെ ജീവിതത്തിൽ ആരാധന ഉയരും. നിങ്ങൾ ദുഃഖം അനുഭവിക്കുന്നവൻ പ്രാർത്ഥിക്കട്ടെ, നിങ്ങളിൽ സന്തോഷം അനുഭവിക്കുന്നവൻ പാട്ടുപാടട്ടെ എന്ന് എഴുതിയിരിക്കുന്ന പോലെ ഇന്ന് രാത്രിയിൽ നിന്റെ വിലാപത്തെ നൃത്തമാക്കി, നിന്റെ രട്ടുകളെ അഴിച്ച് നിന്റെ പ്രാർത്ഥനകൾക്ക് മറുപടി നൽകി നിന്റെ ജീവിതത്തിൽ നിറവേറാനുള്ള വാഗ്ദത്തങ്ങളെ നിനക്ക് വേണ്ടി നിറവേറ്റുന്നൊരു ദൈവം ഇന്ന് രാത്രി ജീവിക്കുന്നു. ഇസഹാക്കിനോട് ദൈവം പറഞ്ഞു, നീ ഈജിപ്തിലേക്ക് പോകരുത്. ആമീൻ. നിന്റെ മേളിൽ വാഗ്ദത്തമുണ്ട്. വാഗ്ദത്തമുള്ളവൻ സാഹചര്യത്തെ നോക്കരുത്, വാഗ്ദത്തമുള്ളവൻ ക്ഷാമത്തെ നോക്കരുത്, വാഗ്ദത്തമുള്ളവൻ എതിരാളികളെ നോക്കരുത്, വാഗ്ദത്തമുള്ളവൻ ഫെലിസ്ത്യന്മാരെ നോക്കരുത്, വാഗ്ദത്തമുള്ളവൻ ശത്രു മൂടുന്ന കിണറുകളെ നോക്കരുത്. നിന്റെ രഹബോത്ത് വെളിപ്പെട്ടിരിക്കും ഇന്ന് രാത്രിയിൽ. ഇസഹാക്കേ, നിന്റെ രഹബോത്ത് വെളിപ്പെട്ടിരിക്കും. വിശ്വസിക്കുന്ന എത്ര പേർ ഈ പന്തലിന്റെ കീഴിലുണ്ട്? ഇസഹാക്കേ, ആമേൻ, നിന്റെ രഹബോത്ത് വെളിപ്പെട്ടിരിക്കും. ദൈവം നിനക്കൊരു ഇടം ഉണ്ടാക്കും. നീ 30ഉം 60ഉം 100ഉം മേനിയായി വർദ്ധിക്കും. ബഹുമാനരായ കർത്തദാസന്മാരെ, ഇത് കർത്താവ് നിങ്ങളോട് അറിയിക്കുന്ന ഒരു ആലോചനയാണ്. ഭാരതത്തിന്റെ സിറ്റുവേഷൻ വളരെ മോശമാണ്. കേരളത്തിലുള്ളവർ അധികം അറിയുന്നില്ല. ഞങ്ങളെപ്പോഴും നോർത്ത് ഇന്ത്യയിൽ പല സ്ഥലങ്ങളിലും മീറ്റിങ്ങിന് പോകുന്നവരും മീറ്റിംഗ് ഓർഗനൈസ് ചെയ്യുന്നവരും ഒക്കെയാണ്. നോർത്തിലുള്ള ഒരുപാട് കർത്തൃദാസന്മാരുമായി വ്യക്തിപരമായി ആത്മബന്ധമുണ്ട്. കേരളം എത്ര മനോഹരമാണ്. ഇവിടെ പീഡനങ്ങൾ അധികം ഉണ്ടോ? ഇല്ല. വിഷയങ്ങളുണ്ടോ? ഇല്ല. പക്ഷെ എൻ്റെ ഭാരതത്തിൻ്റെ സാഹചര്യം വളരെ മോശമാണ്. നോർത്ത് ഇന്ത്യയിലേക്കും മറ്റ് പല സ്ഥലങ്ങളിലേക്കും സംസ്ഥാനങ്ങളിലേക്കും പോകുമ്പോൾ പല കർത്തൃദാസന്മാരും കുടുംബങ്ങളും അനുഭവിക്കുന്ന പ്രതിസന്ധി ചെറുതല്ല. സാഹചര്യം നോക്കിയാൽ മണ്ണിട്ട് മൂടാൻ നിൽക്കുന്ന ഫെലിസ്ത്യരെ നമുക്ക് കാണാം. തുറക്കപ്പെടുന്ന പിതാക്കന്മാർ കുടിച്ച ഉറവകളെ അടയ്ക്കാൻ മെനക്കെട്ട് നടക്കുന്ന ഫെലിസ്ത്യനെ കാണാം. എന്നാൽ ഇസഹാക്ക് തലമുറയോട് ആത്മാ പറയുന്നു, കുഴിക്കുന്നത് നിർത്തരുത്, പ്രാർത്ഥന നിർത്തരുത്, ഉപവാസം നിർത്തരുത്, ആരാധന നിർത്തരുത്, വിശ്വാസത്തിന്റെ പ്രഖ്യാപനം നിർത്തരുത്. ഇന്ന് രാത്രിയിൽ നീ മടുത്തു പോകരുത്. സഭ മുന്നേറട്ടെ, പെന്തിക്കോസ് വീണ്ടും എഴുന്നേൽക്കട്ടെ, അത് സജ്ജമാകട്ടെ. പ്രാർത്ഥനയിൽ പട്ടണങ്ങളെ, ദേശങ്ങളെ, സംസ്ഥാനങ്ങളെ തിരിച്ചു പിടിക്കുന്ന ഒരു തലമുറ പരിശുദ്ധാത്മാവിനാൽ എഴുന്നേറ്റ് വരട്ടെ. വീര്യമുള്ള വീഞ്ഞ് ഇന്ന് രാത്രി ദൈവത്തിന്റെ ആത്മാവിനെ എൻ്റെ ആത്മാവിൽ എഴുതി കാണിക്കുകയാണ്. അവൻ തൊട്ടാൽ വീര്യമുള്ള വീഞ്ഞ്. ഈ പത്തനാപുരത്ത് നിന്ന് വീര്യമുള്ള ശുശ്രൂഷകർ എഴുന്നേറ്റ് വരട്ടെ. ഇസഹാക്ക് കുഴിച്ച കിണറുകൾ ഫെലിസ്ത്യർ മണ്ണിട്ട് മൂടുമ്പോൾ, പുറകെ നടന്ന് മണ്ണിട്ട് മൂടുമ്പോൾ, നിന്റെ പിതാവായ അബ്രഹാമിനോട് സത്യം ചെയ്തതിനെ ഞാൻ നിവർത്തിക്കുമെന്ന് പറഞ്ഞ വാഗ്ദത്തത്തെ അവൻ അവിശ്വസിച്ചില്ല. അവൻ വീണ്ടും കുഴിച്ചു. മൂടട്ടെ. ഫെലിസ്ത്യന്റെ ശുശ്രൂഷ അതാണ്. താഴേക്ക് വായിക്കുമെന്ന് നമുക്കറിയാം. അവന്റെ പിതാവായ അബ്രഹാം ഇട്ട പേര് തന്നെ അവനെ കിണറിനിട്ടു. സിദ്ന എന്ന പേരിട്ടു. പിതാക്കന്മാരിട്ട പേര് മാറ്റിയില്ല. സുവിശേഷ യോഗവും രോഗശാന്തിക്കുള്ള പ്രാർത്ഥനയും. എന്താ പറയാനൊരു മടി? മറ്റേ സാധനം
നിങ്ങൾക്കൊരു കാര്യം അറിയോ? ഇത് പിശാചിന്റെ തന്ത്ര. അരുണാചൽ പ്രദേശിൽ എൻ്റെ പ്രിയ സ്നേഹിതൻ പറഞ്ഞു, പാസ്റ്ററെ കൺവെൻഷൻ നടത്താം, പക്ഷെ നോട്ടീസിനകത്ത് ഒരു കാരണവശാലും രോഗികൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു എന്ന് വെക്കാൻ ഗവൺമെന്റ് സമ്മതിക്കുന്നില്ല. നോർത്ത് ഇന്ത്യയിൽ ഒഡീഷയിലും നോർത്ത് ഈസ്റ്റ് മണിപ്പൂർ, മിസോറാം, അരുണാചൽ തുടങ്ങിയ സ്ഥലങ്ങളിലും മീറ്റിംഗ് നടത്താം, പ്രസംഗിക്കാം, കുഴപ്പമൊന്നുമില്ല, പക്ഷേ രോഗികൾക്ക് വേണ്ടി പ്രാർത്ഥിക്കരുത്. അപ്പൊ പിശാചിന് എവിടെയാ വിരോധം? പിശാചിന് എവിടെയാ അസ്വസ്ഥത? പിശാച് എവിടെയാ അസ്വസ്ഥനായിരിക്കുന്നേ? ആത്മാവിന്റെ ശുശ്രൂഷ ചെയ്യരുത്, ബന്ധനം ഒന്നും അഴിക്കാൻ നിൽക്കരുത്, ആരുടെയും ഭൂതത്തെ ഒന്നും പുറത്താക്കരുത്, രോഗികളെ ഒന്ന് സൗഖ്യമാക്കരുത്. അപ്പോ വാചകവടി കൊള്ളാം, നന്നായിട്ട് പ്രസംഗിച്ചോ, കാര്യങ്ങളൊക്കെ പറഞ്ഞോ, അതുകൊണ്ട് ചെയ്യാൻ പറ്റുന്നതൊക്കെ ചെയ്തോ, അതിനകത്തും ദൈവത്തിന് ചെയ്യാൻ പറ്റും. അതിനകത്തും ഒത്തിരി കാര്യങ്ങൾ നടക്കുന്നുണ്ട്. വചന ശുശ്രൂഷയിൽ നടക്കുന്ന പോലെ വിടുതൽ വേറെ ഒന്നിലും നടക്കുന്നില്ല. പക്ഷെ എങ്കിലും നിങ്ങൾ ഇതൊന്ന് മനസ്സിലാക്കണം. രോഗശാന്തി എന്ന് വെക്കരുത്, വിടുതലിന്റെ പ്രാർത്ഥന എന്ന് നോട്ടീസിൽ വെക്കരുത്, അങ്ങനെ പ്രചരിപ്പിക്കരുത്. എന്താ കാരണം? പിശാച് ഭയക്കുന്നു. നിങ്ങൾ ഇന്ന് രാത്രി ഇവിടെ വന്ന് അമ്മിക്കല്ലിന് കാറ്റ് പിടിച്ച പോലെ ഇരുന്നത് കൊണ്ട് പിശാചിന് എന്ത് നഷ്ടം? പക്ഷെ ഇന്ന് രാത്രിയിൽ നിന്നെ വർഷങ്ങളായി ബന്ധിച്ചു വെച്ച സാധനം പൊട്ടിയാൽ, നിന്റെ രോഗസൗഖ്യമായാൽ, നിന്റെ തലമുറയുടെ സ്വഭാവം മാറിയാൽ, നിന്റെ വീട്ടിൽ ആരാധന വെളിപ്പെട്ടാൽ, നിന്റെ ദേശത്തിലൊരു പാപി മാനസാന്തരപ്പെട്ടാൽ, ഒരു കള്ളുകൂടിയൻ അവന്റെ ജീവിതത്തെ ദൈവത്തിന് വേണ്ടി സമർപ്പിച്ചാൽ, അത് പൈശാചിക മണ്ഡലത്തിന് അടിയാ. ഈ സഹോദരിമാർ മാത്രമല്ല ആരാധിക്കേണ്ട സഹോദരന്മാരെ, ഇന്ന് രാത്രിയിൽ എന്റെ ദേശത്ത് രഹബോത്ത് വെളിപ്പെടണം. പത്തനാപുരത്ത് വീണ്ടും ഉണർവിന്റെ ഉറവ തുറക്കണം. എന്നോട് ദൈവാത്മ പറയുന്ന ഒരു കൂട്ടം യൗവനക്കാരെ പട്ടണത്തിൽ ദൈവം എഴുന്നേൽപ്പിക്കട്ടെ, ഒരു തലമുറയെ ഇതിനകത്ത് എഴുന്നേൽപ്പിക്കട്ടെ. ഹോവേ, വീണ്ടും ജീവിപ്പിക്കണമേ. ആണ്ടുകൾ തീരും മുൻപേ നീ വീണ്ടും ജീവിപ്പിക്കണമേ. ആണ്ടുകൾ തീരും മുൻപേ നീ വീണ്ടും ജീവിപ്പിക്കണമേ. ബൈബിൾ പറയുന്നു, ദൈവം ഇസഹാക്കിനെ അനുഗ്രഹിച്ചു. ഫെലിസ്ത്യൻ അവനോട് സഖ്യത കൂടാൻ വന്നു. നിന്റെ കൂടെ ദൈവം ഉണ്ടെന്ന് ഞങ്ങൾ അറിയുന്നു എന്ന് തിരിച്ചു പറഞ്ഞു. ഇറക്കി വിട്ടവൻ ഇനി ഇവിടെ ഒന്നും കണ്ടേക്കരുത്. കിണറുകുഴി പരിപാടി, ആരാധന, പാട്ട്, പ്രാർത്ഥന എന്നൊന്നും പറഞ്ഞ് ഈ പരിസരത്ത് കണ്ടേക്കരുത് എന്ന് പറഞ്ഞു നമുക്ക് ഒന്നിച്ചിരുന്നൊന്ന് പ്രാർത്ഥിക്കാന്ന്. അങ്ങനൊരു കാലം വരുന്നുണ്ട്. നിന്റെ അയൽവക്കക്കാരി സത്യം അറിയും, നിന്റെ സഹോദരങ്ങൾ ഈ സത്യം അറിയും, നിന്റെ കുടുംബക്കാർ ഈ സത്യം അറിയും. ആരെങ്കിലും നിന്റെ കുടുംബത്തിൽ രക്തബന്ധത്തിൽ സ്നാനപ്പെടാനുണ്ടെങ്കിൽ അവർ സ്നാനപ്പെടും. കർത്താവിന്റെ വരവിന് മുൻപ് വലിയ ഒരു ഉണർവുണ്ടാവും. Jesus. ഞങ്ങൾ 2 മാസം മുമ്പ് എൻ്റെ കൂടെയുള്ള പാസ്റ്റർ ജിജി പി മോഹൻ ഇവിടെ ഇരിപ്പുണ്ട്. എൻ്റെ കൂടെ യാത്ര ചെയ്തവർ ഇവിടെ ഇരിപ്പുണ്ട്. 2 മാസം മുമ്പ് കട്ര എന്ന് പറയുന്ന സ്ഥലത്ത് കാശ്മീരിൽ ഞങ്ങൾ പോയി മീറ്റിങ്ങിന്. ജമ്മു കാശ്മീരിലെ കട്രയിൽ 3 ദിവസത്തെ സുവിശേഷവും നടത്തി. ഞങ്ങളവിടെ ചെന്നിറങ്ങിയപ്പോൾ തന്നെ അവിടുത്തെ കർത്തൃദാസൻ ഞങ്ങളെ ഞങ്ങളുടെ ടീമിനെ മുഴുവൻ ആശിഷൊക്കെ ഉണ്ടായിരുന്നു കൂടെ മാറ്റി നിർത്തി. പുള്ളി പ്രാർത്ഥിച്ച പ്രാർത്ഥന എന്നാണെന്നറിയാം, കർത്താവേ ഈ ദൈവദാസന്മാരെ നീ സൂക്ഷിക്കണേ, 3 ദിവസം കൺവെൻഷൻ നടക്കാൻ പോവാണേ, ഇവരെ ആരെ രോഗികളാക്കല്ലേ. പുള്ളി പ്രാർത്ഥിച്ചതാ. കാരണം
അവിടെ വന്ന് ഒരു ദൈവദാസന്മാർക്കും നേരെ ചൊവ്വ ശുശ്രൂഷിക്കാൻ പറ്റുകയില്ല. എന്തേലും പണി കിട്ടും. കാരണം അതിനുള്ള പണി അപ്പുറത്ത് നടക്കുന്നുണ്ട്. മിണ്ടുന്നില്ല അല്ലേ? നിങ്ങൾക്കല്ലേ ഉത്സാഹമില്ലാത്ത? അവർക്കൊരു കുഴപ്പമില്ല, അവർ 24 hours വർക്കിംഗ്. ജീസസ്, ഹല്ലേലൂയ. പക്ഷെ 3 ദിവസത്തെ മീറ്റിംഗ് നടന്നു. എടുത്ത ഹോള് നിറഞ്ഞു കവിഞ്ഞു. വെളി പന്തലിട്ട് TV വെച്ചു. അതിനകത്ത് നിന്നില്ല. അനേകർ സൗഖ്യം പ്രാപിച്ചു. അനേകർ സ്നാനപ്പെടാൻ തീരുമാനിച്ചു. കട്രയിൽ, കാശ്മീരിൽ വലിയ ആത്മാവിന്റെ ചലനം ഉണ്ടായി. ഇന്ന് രാത്രിയിൽ കുഴിക്കാൻ തയ്യാറാണെങ്കിൽ രഹബോത്ത് വരും. പ്രാർത്ഥിക്കാൻ തയ്യാറാണെങ്കിൽ വിട്ടുകൊടുക്കാതെ, ഫെലിസ്ത്യൻ മൂടുന്നത് കണ്ട് പണി നിർത്തി പോകാതെ, ഓ ജീസസ്, രഹബോത്ത് വരും, വരും. കർത്താവിന്റെ ആത്മാവ് എന്നോട് പറയുന്നു, ഈ പത്തനാപുരത്ത് വീണ്ടും എന്റെ ഉണർവിന്റെ കാറ്റിനെ ഞാൻ അയക്കും. അപ്പോ ദൈവം എടുക്കരുത് എന്ന് പറഞ്ഞ വഴികളുണ്ട്. അപ്പോൾ വഴി എടുക്കാതിരുന്നവർ, ആ വഴി എടുക്കാതിരുന്നത് അവർക്ക് വഴിത്തിരിവായി. ഇസഹാക്ക് പട്ടണത്തിന് പുള്ളിയെ താങ്ങാൻ പറ്റിയില്ല, ദേശത്തിന് അവനെ വഹിക്കാൻ പറ്റിയില്ലെന്നാ ഈ പുസ്തകത്തിൽ എഴുതിയിരിക്കുന്നത്. ദൈവം പറഞ്ഞ വഴി നിന്നതുകൊണ്ടാ. ഈജിപ്തിലോട്ട് പോകരുത്, പാക്ക് ചെയ്ത പെട്ടി മാറ്റിവെക്ക് എന്ന് പറഞ്ഞപ്പോൾ അത് അഴിച്ചിടാൻ തയ്യാറായോണ്ടാ. എന്നാൽ ദൈവം എടുക്കാൻ പറഞ്ഞ വഴിയുണ്ട്. ദൈവം എടുക്കാൻ പറഞ്ഞ വഴിയുണ്ട്, എടുക്കാൻ പറഞ്ഞ വഴി. അതുകൂടെ പറഞ്ഞ് നിർത്താം. വാതിൽ എന്ന വിഷയം പിന്നെ എപ്പോഴെങ്കിലും പറയാം. പുറപ്പാട് പുസ്തകം 14 അധ്യായം അതിൻ്റെ 1 മുതലുള്ള വാക്യം വായിക്കുമ്പോൾ യഹോവയാകുന്ന ദൈവം മോശയോട് പറയുകയാണ്, മോശേ, നിങ്ങൾ പീഹാഹിരോത്തിനരികെ പാളയിറങ്ങണം. എന്നിട്ട് മിഗ്ദോൽ കടലിടുക്കിൻ്റെ സൈഡേ കൂടെ നിങ്ങൾ പോകണം. അപ്പോൾ ഇത്രയും നാൾ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം, ഈ ഇസ്രായേൽ ജനം പ്രോപ്പറായിട്ടുള്ള വഴി ഏതെന്നറിയാതെ അവരിങ്ങനെ സഞ്ചരിച്ചുകൊണ്ടിരിക്കുകയാണ്, ഇങ്ങനെ സഞ്ചരിച്ചുകൊണ്ടിരിക്കുകയാണ്. എന്നാൽ ഒരു ദിവസം ദൈവം തമ്പുരാൻ നാവിഗേറ്ററുമായിട്ട് വന്നു, GPS-ആയിട്ട്. ആ മോശ ഒരു നിമിഷേ അവിടെ ഒരു വാക്യം മലയാളത്തിലും ഇംഗ്ലീഷിലും ഉണ്ട്. ദൈവം തൻ്റെ ജനത്തോട് പറയുന്നൊരു വാക്ക്, തിരിയുക, നിങ്ങൾ ഇവിടുന്ന് തിരിഞ്ഞ്. അങ്ങനെ ഉണ്ടോ സിസ്റ്ററെ? അങ്ങനെ ഒരു വേർഡുണ്ടോ? 14 എടുത്തേ, 14:1. യഹോവ നിങ്ങൾ വായിച്ചോ. യഹോവ നിങ്ങൾക്ക് വേണ്ടി യുദ്ധം ചെയ്യും, നിങ്ങൾ മിണ്ടാതിരിപ്പീൻ എന്ന് പറഞ്ഞു. അപ്പോൾ യഹോവ മോശയോട് അരുളി ചെയ്തത്, നീ എന്നോട് നിലവിളിക്കുന്നത് എന്ത്? മുമ്പോട്ട് പോകുവാൻ ഇസ്രായേൽ മക്കളോട് പറക, വടിയെടുത്ത് നിന്റെ കൈ കടലിൽ മേൽ നീട്ടി അതിനെ വിഭാഗിക്കാം. 14 അധ്യായമാണ് വായിക്കുന്നേ. യഹോവ പിന്നെ മോശയോട് കൽപ്പിച്ചത് എന്തെന്നാൽ, നിങ്ങൾ തിരിഞ്ഞ്. എങ്ങനെ? നിങ്ങൾ തിരിഞ്ഞ്, നിങ്ങൾ തിരിഞ്ഞ്. എനിക്ക് ആ വേർഡ് ഈ കൺവെൻഷന്റെ സംഘാടകരോടും ബഹുമാനനായ കർത്തൃദാസനോടും വളരെ താഴ്മയോടെ പറയാനുണ്ട്. കേരളത്തിലെ, ഇന്ത്യയിലുള്ള എല്ലാ സഭകളോടും ഒരു സുവിശേഷകൻ എന്ന നിലയിൽ എൻ്റെ ദൈവം ഒരു തിരിവിനെ കൊണ്ടുവരും. ദൈവം തിരിയാൻ പറയുമ്പോൾ തിരിയാൻ തയ്യാറാകുന്നതാണ് വഴിത്തിരിവ്. ദൈവം മോശയോട് പറയുന്നു, മോശേ ഈ ജനത്തോട് പറ, തിരിയാൻ പറ, ഈ റൂട്ടല്ല, തിരിയാൻ പറ. മോശ ആദ്യം തിരിഞ്ഞു. മോശ തിരിഞ്ഞാൽ അതെല്ലാം മോശമാര് അറിഞ്ഞോണം. പ്രൈസ് ദി ലോർഡ്. മോശ എങ്ങനെ തിരിയുന്നോ കൂടെ നിൽക്കുന്നവർ അങ്ങനെ തിരിയും. ഹല്ലേലൂയ. പലതും തല തിരിഞ്ഞതിൻ്റെയും കാരണം മോശമാരാ, പലരും നേരെ തിരിഞ്ഞതിൻ്റെയും കാരണം മോശമാരാ.
മോശ തിരിയാൻ പറഞ്ഞു, മോശ തിരിഞ്ഞു. എന്നിട്ട് ദൈവം പറഞ്ഞു, ഈ മിഗ്ദോൽ കടലിന്റെ സൈഡിൽ കൂടെ വഴിയെടുത്തോളാൻ പറഞ്ഞു. നിങ്ങളൊന്ന് ഓർത്ത് നോക്കി, ഇത്രയും നാളും മിണ്ടാതിരുന്ന ദൈവം, ഒരു വഴിയും പറഞ്ഞു കൊടുക്കാതിരുന്ന ദൈവം വഴി പറയാൻ വന്നു. ദൈവം പറഞ്ഞ വഴി അവരെടുത്തു. ദൈവം പറഞ്ഞ വഴിയിലേക്ക് അവര് തിരിഞ്ഞു. പക്ഷേ ദൈവം പറഞ്ഞ വഴിയിലായിരുന്നു ചെങ്കടൽ. മിണ്ടുന്നില്ല. അവ ചെങ്കടലിന് മുമ്പിൽ വരുമ്പോ പത്തനാപുരംകാരനാന്ന് സ്വാഭാവികമായിട്ട് ചിന്തിച്ചതിന് ദൈവം തന്നെയായിരുന്നു അത് പറഞ്ഞത്. കാരണം ദൈവം പറഞ്ഞ വഴിയിലാണ് പ്രതിസന്ധി, ദൈവം പറഞ്ഞ വഴിയിലാണ് ചെങ്കടൽ, ദൈവം പറഞ്ഞ വഴിയിലാണ് മുന്നോട്ട് പോകാൻ പറ്റാത്ത അവസ്ഥ. സ്തോത്രം. എന്നാ ശ്രദ്ധിച്ചു കേട്ടോ, ദൈവമാണ് ആ വഴി എടുക്കാൻ പറഞ്ഞെങ്കിൽ, ദൈവമാണ് തിരിയാൻ പറഞ്ഞെങ്കിൽ, ദൈവം പറഞ്ഞ വഴിയിലോട്ട് തിരിഞ്ഞ കാരണം കൊണ്ട് നീ ചെങ്കടൽ കണ്ടെങ്കിൽ അതിനകത്ത് എന്തോ തമ്പുരാന് ചെയ്യാനുണ്ട്. ഇത് ആരുടെയും ഇങ്ങനെ തലയിലോട്ട് കൈവച്ച് കർത്താവ് പറയുന്ന ആ ദൂതാ കേട്ടോ. യേശു കർത്താവ് വന്നതിന്റെ അന്ന്, യഹൂദന്മാരുടെ 7 ദിവസം നീണ്ടു നിൽക്കുന്ന വിവാഹത്തിന്റെ 3-ാം ദിവസമാണ് കാനാവിലെ കല്യാണത്തിൽ യേശു എത്തുന്നത്. യേശു വന്നതിന്റെ അന്ന് കൃത്യം വീഞ്ഞു തീർന്നെങ്കിൽ അതിനകത്ത് നിന്ന മുഴുവൻ ആളുകളും ഇങ്ങേരി വന്നു കയറി വീഞ്ഞും തീർന്നു, ഇവന്റെ ആളുകളും വന്നു കയറി ഇവിടെ വിളമ്പിക്കൊണ്ടിരുന്നേ കഴിഞ്ഞു എന്ന് പറയുന്നെങ്കിൽ അലപ്പ് നിർത്തിക്കോ. അവൻ വന്ന കാരണം കൊണ്ട് അവിടെ എന്തേലും കുറവുണ്ടായെങ്കിൽ അവനത് പരിഹരിക്കാൻ അറിയാം. ഇന്ന് രാത്രി ഇത് ആരോടുള്ളൊരു സന്ദേശം അല്ല, ഇത് വരികയില്ല. ദൈവത്തെ അറിഞ്ഞതിന്റെ പേരിൽ, വിശ്വാസത്തിൽ ഇറങ്ങിയതിന്റെ പേരിൽ, ഈ പുസ്തകം എടുത്തതിന്റെ പേരിൽ, സ്നാനപ്പെട്ടതിന്റെ പേരിൽ, കർത്താവിലേക്ക് തിരിഞ്ഞതിന്റെ പേരിൽ നിനക്ക് എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടെങ്കിൽ നീ എഴുതി വെച്ചോ. ആ ബുദ്ധിമുട്ടിനെ ഒരു അത്ഭുതമാക്കി മാറ്റാൻ എന്റെ കർത്താവിനെ അറിയാം. ഹല്ലേലൂയ. കർത്താവ് പറഞ്ഞ വഴിയിൽ ചെങ്കടൽ. ഇനി അവിടെ അതല്ല നമ്മുടെ ഏറ്റവും വലിയ പ്രശ്നം. കേൾക്കുന്നുണ്ടോ? പെട്ടെന്ന് നിർത്തിയേക്കാം, 10 മിനിറ്റിനകത്തും യോഗം തരും. സ്തോത്രം. അല്ല, വെറുതെ പറഞ്ഞല്ല കേട്ടോ, നിർത്തും. സ്തോത്രം. ദൈവം പറഞ്ഞ വഴിയിലേക്ക് ഇവർ തിരിഞ്ഞു. അവരിതുവരെ കണ്ടിട്ടില്ലാത്ത വലിയൊരു പ്രതിസന്ധിക്കകത്ത് പോയി പെട്ടു. അവിടെ കൊണ്ടും തീരുന്നില്ല. സ്വർഗത്തിലെ ദൈവം ഈ വിവരം പോയി ഫറവോനെ അറിയിച്ചു. ഈ നിങ്ങൾ ഇതൊന്നൊരു സ്ക്രിപ്റ്റായിട്ട് കാണണം. ഈ ദൈവം തമ്പുരാൻ തിരക്കഥ എഴുതി സംവിധാനം ചെയ്യുന്ന ഒരു ജീവിതമാണ് നമ്മുടേത് കേട്ടോ. ഇവിടെ ഇരിക്കുന്ന മുഴുവൻ ആൾക്കാരും കേട്ടോണം. ദൈവം തമ്പുരാൻ തിരക്കഥ എഴുതി സംവിധാനം ചെയ്തിരിക്കുന്ന ഒരു ജീവിതമാണ് നമ്മുടെ എല്ലാം. നമ്മുടെ മൊത്തം സ്റ്റോറിയും ആരംഭത്തിൽ തന്നെ അവസാനത്തെ അറിയുന്നവന്റെ കയ്യിൽ നമ്മുടെ മുഴുവൻ സ്റ്റോറി ഇരിപ്പുണ്ട്. ഈ ദൈവം തമ്പുരാൻ തിരകഥ എഴുതി സംവിധാനം ചെയ്യുന്ന ഈ ലൈഫില്ലേ, ഇതിൻ്റെ തുടക്കവും നടുക്കും ഒന്നും നമുക്കൊന്നും പിടികിട്ടുകയില്ല. പക്ഷെ ഇതിൻ്റെ ക്ലൈമാക്സ് ഞെട്ടിക്കും, അത് ഉറപ്പാണ്. ഇതിൻ്റെ അവസാനം അത്ഭുതമായിരിക്കും. ഇതിൻ്റെ അവസാനം അത്ഭുതമായിരിക്കും. പീഹാഹിരോത്തിനരികെ പാളയിറങ്ങാൻ പറഞ്ഞപ്പോഴും, മിഗ്ദോൽ കടലിടുക്കിന്റെ സൈഡേ കൂടെ പോകാൻ പറഞ്ഞപ്പോഴും, ചെങ്കടൽ മുമ്പിൽ വെളിപ്പെട്ടപ്പോഴും, ജനമെല്ലാം വിറുവിറുക്കുമ്പോഴും, ഇത് സംവിധാനം ചെയ്തവൻ, ഇത് ഓർഗനൈസ് ചെയ്തവൻ, എന്തിനാ ഓർഗനൈസ് ചെയ്തതെന്ന് ഓരെത്തും പിടിയും കിട്ടിയില്ലേലും അവസാനം ഞെട്ടിച്ചു കളഞ്ഞു. അത്രയെങ്കിലുമൊക്കെ വിശ്വാസമുള്ളവരൊരു ഹല്ലേലൂയ പറഞ്ഞേ. ദൈവം എന്നിട്ട് എന്ന് ഫറവോയോട് പറഞ്ഞു, ഫറവോനെ നീ അറിഞ്ഞായിരുന്നോ? എന്നതാ? ഇവിടെ നിന്നിപ്പം പാട്ടും പ്രാർത്ഥനയായിട്ട് ഒരു കൂട്ടർ ഇറങ്ങിപ്പോയില്ലേ, അവനെങ്ങും എത്തിയിട്ടില്ല. എന്തോ ചെങ്കടലിന് മുമ്പിൽ പെട്ട് കിടപ്പുണ്ട്, വേണേ ചെന്ന് പിടിച്ചോ. ഈ നമ്മുടെയൊക്കെ ജീവിതത്തിലെ ഒരു പ്രശ്നം ഉണ്ടായതല്ല നമ്മുടെ പ്രശ്നം. നമ്മുടെ പ്രശ്നം അറിയണ്ടാത്തവൻ അറിഞ്ഞതാണ് നമ്മുടെ പ്രശ്നം. ആരും മിണ്ടുന്നില്ല. ഇത് ഫറവോ അറിഞ്ഞു. ഇറങ്ങിത്തിരിച്ചവൻ എങ്ങും എത്തിയില്ലെന്ന്, ഇറങ്ങിത്തിരിച്ചവൻ പെട്ടുപോയെന്ന്. ഫറവോ പറഞ്ഞു, ഞാൻ അവരെ പിന്തുടരും, ഞാൻ അവരെ പിടിക്കും. ഇത് സംവിധാനം ചെയ്തവൻ ഹൃദയത്തിൽ പറഞ്ഞു, നീ ഇറങ്ങി വരണം, നീ പിന്തുടരണം, നീ പിടിക്കാൻ വരണം. നീ ഒന്ന് ഇറങ്ങി വരണോന്നേ. നീ ഒന്ന് ഇറങ്ങി വരാനായി സംവിധാനങ്ങൾ മുഴുവൻ.
നീയും ഇറങ്ങി വരാനായി സംവിധാനങ്ങൾ മുഴുവൻ. ഇന്ന് പകൽ ദൈവവചനത്തിലെ വിളിക്കപ്പെട്ടവന്റെ പ്രതിസന്ധി പരാജയപ്പെട്ടതിന്റെ ലക്ഷണമല്ല. വിളിക്കപ്പെട്ടവന്റെ പ്രതിസന്ധി അവൻ ജയിക്കാൻ പോകുന്നതിന്റെ ലക്ഷണ. ഇന്ന് രാത്രി ഞാൻ വീണ്ടും പറയുന്നു, വിളിക്കപ്പെട്ടവന്റെ പ്രതിസന്ധി അവൻ പരാജയപ്പെട്ടതിന്റെ ലക്ഷണമല്ല. വിളിക്കപ്പെട്ടവന്റെ പ്രതിസന്ധി അവൻ ജയിക്കാൻ പോവാ എന്നതിന്റെ ലക്ഷണം. മറവിറങ്ങി വന്നു. ഇനി പത്തനാപുരംകാരൊക്കെ നല്ലതായിട്ട് ഭാവന കാണാൻ കഴിയുന്നവരാണല്ലോ. നിങ്ങൾ ഇവിടുന്ന് ഒരു ചിത്രം കണ്ടേ, ലക്ഷക്കണക്കിന് ആളുകളുണ്ട്. അപ്പോൾ 1,00,000 പേരൊക്കെ കൂടിക്കഴിഞ്ഞാൽ, ഈ മീറ്റിങ്ങിന് 1,00,000 പേരുണ്ടെങ്കിൽ എത്ര LED ബോൾ വെക്കണമെന്നറിയാവോ? എന്തിനാ? ഈ പ്രസംഗിക്കുന്നവരെയും പാട്ടുകാരെയൊക്കെ കാണാൻ. എല്ലാം മനസ്സിലായോ? അങ്ങനെ ഒന്ന് ഇമാജിൻ ചെയ്യുമെങ്കിലും ചെയ്യുക. നിങ്ങൾ കഴിഞ്ഞ ദിവസം നൈജീരിയ പോയപ്പോൾ റെഡീം പെൻഡക്കോസ്റ്റ് ചർച്ച് എന്ന് പറഞ്ഞ ചർച്ചിൽ നോക്കിക്കോ, ഇന്റർനെറ്റിൽ നോക്കിക്കോ, നമ്മളെക്കാളൊക്കെ വിശ്വാസം ഗൂഗിളല്ലേ, തപ്പിക്കോ. റെഡീം പെൻഡക്കോസ്റ്റ് ചർച്ചിൽ അടിബോയ്, ഈനോക്ക് അടിബോയ് എന്ന ദൈവദാസന്റെ സഭയിൽ 30 ലക്ഷം പേരുണ്ട്. 10 ലക്ഷം പേര് കൂടുന്ന ചർച്ച്, 4 ലക്ഷം പേര് കൂടുന്ന ചർച്ച്, 2 ലക്ഷം പേര് കൂടുന്ന ചർച്ച്. ഏറ്റവും പുറകിലിരിക്കുന്ന ഒരുത്തൻ കൈ പൊക്കിയാൽ രക്ഷിക്കപ്പെടാനോ എല്ലാം കൈ പൊക്കിയവനെ മുന്നോട്ട് കൊണ്ടുവരുന്നത് ബഗി പിക്കപ്പില്ല, വണ്ടിക്കകത്ത. ആരും മിണ്ടുന്നില്ല. സ്തോത്രം. ഞാൻ കുറച്ച് നേരത്തെ ആ യോഗത്തിന് പോയി. പോയപ്പോൾ അവിടെ ഒരു ടാങ്കർ ലോറി പോലൊരു സാധനം, അതൊരു ഓപ്പൺ ടെൻഡാണ്. ഒരു ടാങ്കർ ലോറി പോലൊരു സംവിധാനം വന്ന് അവിടെ എന്തോ അടിക്കുന്നു. അപ്പം ഞാൻ ആ സഭയിലെ തന്നെ അസിസ്റ്റന്റ് പാസ്റ്ററോട്, ആഫ്രിക്കക്കാരനായ പാസ്റ്ററോട് ചോദിച്ചു, ഇതെന്തോ അടിക്കുന്നു വെച്ചാൽ. അപ്പം വൈകിട്ട് 7 മണിക്ക് യോഗം തുടങ്ങും. അപ്പം നല്ല കൊതുകിൻ്റെ ശല്യമുള്ള സ്ഥലമായി ആഫ്രിക്കൻ രാജ്യങ്ങളൊക്കെ. അപ്പോൾ കൊതുകിൻ്റെ ശല്യം ഒഴിവാക്കാൻ കൊതുകിന് മരുന്നടിക്കുക ടാങ്കർ ലോറിക്കകത്ത്. നമ്മുടെ അവിടെയൊക്കെ ഒരു ഗുഡ് നൈറ്റിൻ്റെ ഒരു സാധനം കുത്തിവെച്ചാൽ മതി. ആരും മിണ്ടുന്നില്ലല്ലോ. സ്തോത്രം. ഞാനിനി അങ്ങോട്ട് പോകുന്നില്ല കേട്ടോ. നമ്മുടെ കാഴ്ചപ്പാടിൻ്റെയൊക്കെ പ്രശ്നങ്ങളാണ് അതൊക്കെ. നമുക്കെന്തെങ്കിലും ഒരു ചെറിയ സംവിധാനമായി കഴിഞ്ഞാൽ നമ്മൾ പിന്നെ നമ്മുടേതായ സംവിധാനത്തിലാവുമല്ലോ. വിശുദ്ധ തിരുവെഴുത്തുകളിൽ നിന്ന് ഞാൻ പ്രസംഗിക്കുന്ന പ്രിയപ്പെട്ടവരെ, ചെങ്കടലിന്റെ മുമ്പിൽ നിൽക്കുന്ന ഇസ്രായേൽ ജനത്തിന് മുമ്പിൽ നിൽക്കുന്ന ഒരു കൂട്ടം ആളുകൾക്ക് ഈ ആർത്തലയ്ക്കുന്ന ചെങ്കടൽ കാണാം. ഈ ഏറ്റവും പുറകെ നിൽക്കുന്ന കുറേ ആളുകൾക്ക് പുറകെ വരുന്ന ഫറവോനെ സൈന്യത്തെ കാണാം. ലക്ഷക്കണക്കിന് ആളല്ലേ, എല്ലാവരെയും കാണാൻ പറ്റുമോ? അപ്പോൾ മുമ്പിൽ നിൽക്കുന്ന കുറേ ആളുകൾക്ക് മാത്രമേ ചെങ്കടൽ കാണാൻ പറ്റുന്നുള്ളൂ. ഒരു 20,000 30,000 ഒക്കെ കഴിഞ്ഞപ്പോഴത്തേനും അങ്ങോട്ട് പിന്നെ ആളുകൾക്കൊന്നും സംഭവം കാണാൻ മേല. 10-20 ലക്ഷത്തിലധികം ആൾ കൂടിയിരിക്കുന്ന ഒരു സ്ഥലത്ത് ഇതെല്ലാം കൂടെ കാണാൻ പറ്റുമോ? സ്തോത്രം. ഏറ്റവും പുറകെ നിൽക്കുന്ന കുറേ ആളുകൾക്ക് മാത്രമേ പിന്നിലൂടെ ഫറവോനും സൈന്യവും വരുന്നത് കാണാൻ പറ്റുന്നുള്ളൂ. ഇതൊന്നും അറിയാതെ ഇതിൻ്റെ ഇടയിൽ കുറേ നിരപരാധികൾ നിൽപ്പുണ്ട്. ആരും മിണ്ടുന്നില്ല. പ്രൈസ് ദി ലോർഡ്. പക്ഷെ ദൈവത്തിൻ്റെ കൃപയാൽ നമ്മുടെ ആളുകളായതുകൊണ്ട് മുമ്പിൽ ചെങ്കടലുണ്ടെന്നും പുറകേൽ ഫറവോന് സൈന്യം ഉണ്ടെന്നും നിമിഷങ്ങൾക്കകത്ത് എല്ലാവരും അറിഞ്ഞു. അങ്ങനെ ഒരു പ്രത്യേക കൃപ നമുക്കുണ്ട്. സ്തോത്രം. എല്ലാവരും സംഭവം മുഴുവൻ ഫ്ലാഷായി കിട്ടി. ഇനി നിങ്ങൾ ഈ ചിത്രം ഒന്ന് മനസ്സിൽ കാണണം. എന്നാലേ ഈ വഴി എന്നാന്ന് മനസ്സിലാവൂ. ദൈവം എടുക്കാൻ പറഞ്ഞ വഴി. മുമ്പിൽ നിൽക്കുന്ന ചെങ്കടൽ കുറെ ആളുകൾ കാണുന്നു, പുറകിലത്തെ ഫറവോനെ സൈന്യത്തെയും വേറെ കുറെ ആളുകൾ കാണുന്നു. എന്നാൽ ഇത് സംവിധാനം ചെയ്തവൻ മുകളിൽ നിന്ന് ഇത് മുഴുവൻ കാണുകയാണ്. ഇസ്രായേലെ കഴുകൻ ചുറ്റിപ്പറന്ന് കാക്കുന്നത് പോലെ ഞാൻ നിന്നെ കാത്തില്ലയോ എന്ന് തമ്പുരാൻ ചോദിച്ചില്ലേ? ഒരു ഡ്രോൺ ക്യാമറ കൊണ്ട് ഇത് മുഴുവൻ ഷൂട്ട് ചെയ്യുന്നത് പോലെ ഇത് ഓർഗനൈസ് ചെയ്തവൻ മുകളിൽ നിന്ന് മുഴുവൻ കാണുകയാണ്. ഇന്ന് രാത്രിയിൽ എൻ്റെ ബുദ്ധിക്കും എൻ്റെ ചിന്തകൾക്കും അപ്പുറമായി ഞാൻ തടസ്സമെന്ന് കരുതിയ, ദൈവമെടുത്ത വഴിയിൽ ഞാൻ പ്രതിസന്ധി എന്ന് കരുതിയ ചെങ്കടലിനെ എനിക്ക് വേണ്ടി അത്ഭുതത്തിൻ്റെ വഴിയാക്കുന്ന ഒരു ദൈവം ജീവിക്കുന്നു എന്ന് വിശ്വസിക്കുന്നവർ ആ കരങ്ങളെ തട്ടി ഇന്ന് രാത്രി കർത്താവിന് നന്ദി പറ. Oh, thank you, Lord Jesus. Thank you, Lord Jesus. Thank you, precious Holy Spirit. വാഗ്ദത്തം എൻ്റെ മേലുണ്ടെങ്കിൽ, വാഗ്ദത്തം എൻ്റെ തലമുറയുടെ മേലുണ്ടെങ്കിൽ, വാഗ്ദത്തം എൻ്റെ ജീവിതത്തിന്റെ മേലുണ്ടെങ്കിൽ എൻ്റെ ദൈവം
എനിക്ക് വേണ്ടി അത്ഭുതത്തെ ചെയ്യും. ഒരേ ഒരു വഴി, യേശുവാകുന്ന വഴി. ഞാൻ നിങ്ങളോട് ചോദിക്കുന്നു, രക്ഷിക്കപ്പെടാൻ ഉള്ള വഴി ഏതാണ്? രക്ഷിക്കപ്പെടാൻ ഒരേ ഒരു വഴിയേ ഉള്ളൂ, അത് യേശുവാകുന്ന വഴിയാണ്. അപ്പോസ്തല പ്രവൃത്തി 4:12. മറ്റൊരുത്തനിലും രക്ഷയില്ല. രക്ഷിക്കപ്പെടാൻ ആകാശത്തിന് കീഴിൽ മനുഷ്യരുടെ ഇടയിൽ നൽകപ്പെട്ട വേറൊരു നാമവും ഇല്ല. റോമർ 10:9 പറയുന്നു, യേശുവിനെ കർത്താവെന്ന് വായ് കൊണ്ട് ഏറ്റു പറയുകയും ദൈവം അവനെ മരിച്ചവരിൽ നിന്ന് ഉയർത്തെഴുന്നേൽപ്പിക്കുകയും ചെയ്തു എന്ന് ഹൃദയം കൊണ്ട് വിശ്വസിക്കുകയും അധരങ്ങൾ കൊണ്ട് ഏറ്റുപറയുകയും ചെയ്താൽ നീ രക്ഷിക്കപ്പെടും. പത്തനാപുരത്തോട് കർത്താവ് അറിയിക്കുന്നു, രക്ഷിക്കപ്പെടാൻ, രക്ഷ പ്രാപിക്കാൻ ഏക വഴി യേശുവാകുന്ന വഴി. പാപവിമോചനത്തിന്റെ വഴി ഏതാണ്? മനുഷ്യന്റെ പാപം വിമോചിക്കപ്പെടുവാൻ ഒരേ ഒരു വഴിയേ ഉള്ളൂ, അത് യേശുവാകുന്ന വഴിയാ. വേറെ എല്ലാത്തിനും ഇവിടെ വഴിയുണ്ട്. അറിയോ? പ്രാർത്ഥിച്ചാൽ മാത്രമേ സൗഖ്യം ഉണ്ടാകുള്ളൂ എന്ന് ചിന്തിക്കരുത്. ആണോ? പ്രാർത്ഥിച്ചാണോ എല്ലാവരും സൗഖ്യമായേ? നമ്മൾ പ്രാർത്ഥിച്ചാണോ എല്ലാവർക്കും വീട് കിട്ടിയേ? നമ്മൾ പ്രാർത്ഥിച്ചാണോ പലരുടെയും പിള്ളേര് നന്മ പ്രാപിച്ചേ? അല്ല. ഇവിടെ പലർക്കും ഭൗതികമായ പലതും പ്രാപിക്കാൻ പല വഴിയുണ്ട്, ഒരു വഴിയല്ല. അതല്ലെങ്കിൽ വേറെ വഴിയുണ്ട്. ഈ അമേരിക്കയിലൊക്കെ ചെന്ന് കഴിഞ്ഞാൽ രോഗശാന്തി ശുശ്രൂഷയ്ക്ക് പ്രാർത്ഥിക്കാൻ വിളിച്ചാൽ പല മലയാളിയും മുന്നോട്ട് വരികയല്ല പ്രാർത്ഥിക്കാൻ. എന്നാന്നറിയാം, അവന് ഇൻഷുറൻസ് ഉണ്ട്, ആരും മിണ്ടുന്നില്ല. അവനിപ്പോൾ നമ്മൾ പ്രാർത്ഥിച്ചില്ലേലും അവനെ നോക്കാൻ അവിടെ വേറെ ആളുണ്ട്. പക്ഷെ നോർത്ത് ഇന്ത്യയിലോ ഈ സാധുക്കളായ ആളുകളുടെ ഇടയിലോ ഒക്കെ പ്രാർത്ഥിക്കാൻ പോയി കഴിഞ്ഞാൽ അവന് വേറെ വഴിയില്ല, ദൈവം അവനെ സൗഖ്യമാക്കിയേ പറ്റുള്ളൂ. ആരും മിണ്ടുന്നില്ലല്ലോ. ഇവിടെ പലർക്കും ഒന്നല്ലെങ്കിൽ വേറെ വഴിയുണ്ട്. പക്ഷേ പത്തനാപുരം അറിയേണ്ട ഒരു സത്യമുണ്ട്, എല്ലാവരും എന്തുകൊണ്ട് യേശുവിനെ അംഗീകരിക്കണം? എല്ലാവരും എന്തുകൊണ്ട് യേശുവിനെ സ്വീകരിക്കണം? കാരണം ഒന്നേ ഉള്ളൂ, എല്ലാവരും പാപികളാണ്. പാപികൾക്ക് ഒറ്റ രക്ഷകനേ ഉള്ളൂ, പാപത്തിന് ഒരു പരിഹാരകനേ ഉള്ളൂ. 1 യോഹന്നാൻ 1:7 അവന്റെ പുത്രനായ യേശുവിന്റെ രക്തം സകല പാപവും പോക്കി എന്നെ വിശുദ്ധീകരിക്കുന്നു. ഹല്ലേലൂയ, ഹല്ലേലൂയ. എന്നെ കേൾക്കുന്ന പ്രിയപ്പെട്ടവരെ, എല്ലാവരും യേശുവിനെ അംഗീകരിക്കേണ്ടതിന്റെ കാരണം എല്ലാവരും പാപികളാണ് എന്നുള്ളതിലാണ്. കാരണം പാപത്തിന് പരിഹാരകൻ ക്രിസ്തു മാത്രമേ ഉള്ളൂ. പരിപാവനമായ അവന്റെ പരിശുദ്ധമായ രക്തം എനിക്ക് വേണ്ടി അവൻ നൽകി. പാപത്തിൽ നിന്ന് സ്വാതന്ത്ര്യം പ്രാപിച്ച് ദൈവത്തിന്റെ ദാസന്മാരായി തീർന്നു. വിശുദ്ധീകരണമുണ്ടായി, നിത്യജീവൻ ലഭിച്ചു. ഇതിനെല്ലാം കാരണം മുൻപേ ദൂരസ്ഥരായിരുന്ന നമ്മെ സമീപസ്ഥരാക്കി മാറ്റിയ യേശുവിൻ്റെ പരിശുദ്ധ രക്തമാണ്. 1 പത്രോസ് 1:19 തിരുവെടുത്ത് പറയുന്നു, പൊന്നുവെള്ളി അഴിഞ്ഞു പോകുന്ന വസ്തുക്കളല്ല നിങ്ങളെ വീണ്ടെടുത്തത്, ക്രിസ്തു എന്ന നിഷ്കളങ്കവും നിർദോഷമായ കുഞ്ഞാടിന്റെ വിലയേറിയ രക്തമാണ്. ഇന്ന് രാത്രിയിൽ നീ ഒരു പാപിയാണോ? നീ ഒരു മദ്യപാനിയാണോ? നിന്റെ പാപത്തിൽ നീ പുറത്തു വരാൻ ആഗ്രഹിക്കുന്നു? കർമ്മമാർഗങ്ങൾ കൊണ്ട് സാധ്യമല്ല. സർജറി ചെയ്ത് നിന്റെ പാപം മാറ്റാൻ കഴിയില്ല, മരുന്ന് കഴിച്ച് നിന്റെ പാപം മാറ്റാൻ കഴിയില്ല. എന്നാൽ ഇന്ന് രാത്രിയിൽ മരുന്നിനും മന്ത്രത്തിനും ഈ ലോകത്തിലെ ഒരു മനുഷ്യർക്കും ചെയ്യാൻ കഴിയാത്തതൊന്ന് കാൽവറിയിൽ നിനക്ക് വേണ്ടി സംഭവിച്ചു. നിനക്ക് വേണ്ടി ഒരു പകരമരണം നടന്നു, നിനക്ക് പകരമായ ഒരു പ്രായശ്ചിത്ത മരണം നടന്നു. യേശുവിന്റെ വിലയേറിയ രക്തം നിന്റെ പാപത്തെ വിമോചിപ്പിച്ചു. പ്രാർത്ഥന കേൾക്കാനുള്ള വഴിയോ? പ്രാർത്ഥിക്കുന്നവരെല്ലാം ഒന്ന് കൈ ഉയർത്തി. ഉറപ്പായും പറയുന്നു, പ്രാർത്ഥനയിൽ മതമില്ല, പ്രാർത്ഥനയിൽ ജാതിയില്ല, പ്രാർത്ഥനയിൽ വിഭാഗ്യതകളില്ല. എല്ലാവരും പ്രാർത്ഥിക്കുന്നവരാണ്. എല്ലാവരുടെയും ആഗ്രഹം എൻ്റെ പ്രാർത്ഥന ദൈവം കേൾക്കണമെന്നാണ്. ആർക്കും ആഗ്രഹമില്ലാത്ത? പക്ഷേ പ്രാർത്ഥന ദൈവത്തിന്റെ സന്നിധിയിലെത്താനുള്ള വഴി എന്നാ? രക്ഷിക്കപ്പെടാൻ ഉള്ള വഴി ക്രിസ്തുവാണെന്ന് നിങ്ങൾ സമ്മതിച്ചു. പാപവിമോചനത്തിന്റെ വഴി ക്രിസ്തുവാണെന്ന് സമ്മതിച്ചു. പ്രാർത്ഥന കേൾക്കാനുള്ള വഴിയോ? അത് 5 മിനിറ്റ് പറഞ്ഞേ ഞാൻ പോവുള്ളൂ, കാരണം ഇവിടെ പല വഴികളുള്ളവരുണ്ട്. സ്തോത്രം. ചേർന്നൊരു ആമീൻ പറഞ്ഞാട്ടെ. പ്രാർത്ഥന കേൾക്കാൻ ഒരേ ഒരു വഴി. 1 തീമോഥെയോസ് 2:5 ദൈവം ഒരുവനല്ലോ, ദൈവത്തിനും മനുഷ്യർക്കും മധ്യസ്ഥൻ ഒരുവൻ. ഒരുവൻ മധ്യസ്ഥൻ, ഒരുവൻ മധ്യസ്ഥൻ, മധ്യസ്ഥയല്ല മധ്യസ്ഥൻ ഒരുവൻ.
ഒരുവൻ, അത് തന്നെ താൻ ജീവനെ മറുവിലയായി തന്ന ക്രിസ്തുവേശു തന്നെ. എന്റെ ചോദ്യം ഇതാണ്, ദൈവം ഒരുവനല്ലോ, കറക്റ്റ് ആയല്ലോ അല്ലേ? ദൈവത്തിനും മനുഷ്യർക്കും മധ്യസ്ഥൻ ഒരുവൻ. വേദപുസ്തകത്തിൽ ഒരൊറ്റ മധ്യസ്ഥനെ ഉള്ളൂ എന്ന് വേദപുസ്തകം പറഞ്ഞാൽ പിന്നെ എങ്ങനെ നാലുണ്ടായി? അത് പറഞ്ഞ് നിർത്തുകയാണെങ്കിൽ, അങ്ങനെ പറഞ്ഞ് അവസാനിപ്പിക്കുകയാണെങ്കിൽ കൺഫ്യൂഷൻ ആയി പോകും. നമുക്ക് പലരെ അതിനകത്ത് തിരികെ കയറ്റി വെക്കായിരുന്നു. പക്ഷേ ആ മധ്യസ്ഥൻ ആരാന്ന് അവിടെ എഴുതിയിട്ടുണ്ട്. അത് നമുക്കെല്ലാവർക്കും വേണ്ടി ജീവനെ മറുവിലയായി തന്ന യേശു തന്നെ, കർത്താവായ യേശു തന്നെ. കൺഫ്യൂഷൻ ഇല്ലതിൽ. അതെന്നാ സ്തോത്രം കുറഞ്ഞ ഇതിനകത്ത്? ഉറപ്പാണോ? എന്റെ നാമത്തിൽ അപേക്ഷിപ്പീൻ, എന്റെ നാമത്തിൽ അന്വേഷിപ്പീൻ, അപേക്ഷിപ്പീൻ, എന്നാൽ നിങ്ങൾക്ക് അത് ഉണ്ടാകും. നിങ്ങൾ ഇതുവരെ എൻ്റെ നാമത്തിലൊന്നും അപേക്ഷിച്ചിട്ടില്ല. അപേക്ഷിപ്പീൻ. പിതാവ് പുത്രനിൽ മഹത്വപ്പെടേണ്ടതിന് നിങ്ങൾക്കത് ഉണ്ടാകും. ഒന്ന് കൈ ഉയർത്തി പറഞ്ഞ യേശുവിൻ നാമത്തിൽ ആമേൻ. യേശുവിൻ നാമത്തിൽ തന്നെ ആമേൻ. എന്റെ പ്രാർത്ഥന യേശുവിൻ നാമത്തിൽ തന്നെ ആമേൻ. അങ്ങനെ പ്രാർത്ഥിക്കുന്നവരുണ്ടോ? ആ പ്രാർത്ഥന കൃത്യമായ റൂട്ടിലൂടെ പോകും. പ്രാർത്ഥന കേൾക്കാനുള്ള വഴി യേശു. നിത്യജീവൻ പ്രാപിക്കാനുള്ള വഴിയോ? യോഹന്നാൻ 3:16, തന്റെ ഏകജാതനായ പുത്രനിൽ വിശ്വസിക്കുന്നവനും നശിച്ചു പോകാതെ നിത്യജീവൻ പ്രാപിക്കേണ്ടതിന് ദൈവം അവനെ നൽകുവാൻ തക്കവണ്ണം ലോകത്തെ സ്നേഹിച്ചു. നിത്യജീവൻ പ്രാപിക്കാൻ ഒരേ ഒരു വഴി യേശു. നീതീകരണം പ്രാപിക്കാനുള്ള വഴി യേശു. റോമർ 3:26, താൻ നീതിമാനും തന്നിൽ വിശ്വസിക്കുന്നവരെ അവൻ നീതീകരിക്കുന്നവനും ആകുന്നു. ഇന്ന് രാത്രിയിൽ പരിശുദ്ധാത്മാവിനെ പ്രാപിക്കാനുള്ള വഴിയോ? ആഗ്രഹമുള്ളവരുണ്ടോ? യോഹന്നാൻ 7:37, ദാഹിക്കുന്നവൻ എൻ്റെ അടുക്കൽ വന്ന് കുടിക്കട്ടെ. എന്നിൽ വിശ്വസിക്കുന്നവൻ്റെ ഉള്ളിൽ നിന്ന് തിരുവെടുത്ത് പറയുന്നത് പോലെ ജീവജലത്തിൻ്റെ നദി ഒഴുകും. പരിശുദ്ധാത്മാവിനെ പ്രാപിക്കാനുള്ള വഴി യേശു. നിത്യജീവൻ പ്രാപിക്കാനുള്ള വഴി യേശു. നീതീകരണം പ്രാപിക്കാനുള്ള വഴി യേശു. പ്രാർത്ഥന കേൾക്കുവാനുള്ള വഴി യേശു. പാപവിമോചനത്തിന്റെ വഴി യേശു. രക്ഷിക്കപ്പെടുവാനുള്ള വഴി യേശു. ഞാൻ തന്നെ വഴിയും സത്യവും ജീവനുമാകുന്നു. കണ്ണുകളടയ്ക്കാം. അതാത് സ്ഥലങ്ങളിൽ പ്രാർത്ഥനയോടെ ഒരു നിമിഷം ഒന്ന് എഴുന്നേറ്റ് നിൽക്കാം. എല്ലാ കണ്ണുകളും കർത്താവിന്റെ സന്നിധിയിൽ അടച്ചേ. കുരുളായാലും താഴ്വരയായാലും എൻ്റെ കൂടെ നടക്കുന്നൊരു കർത്താവ് എനിക്കുണ്ട്. എൻ്റെ ജീവിതത്തിൻ്റെ പ്രതിസന്ധി ഘട്ടങ്ങളിൽ എനിക്ക് വഴിയായവൻ. ഇന്ന് രാത്രി ആ കൈകളെ ഉയർത്തി കർത്താവിനോടൊന്ന് പ്രാർത്ഥിച്ചേ. ദാവീദ് പ്രാർത്ഥിച്ചതുപോലെ, ദൈവമേ നിന്റെ വഴി എന്നെ കാണിക്കണമേ. എൻ്റെ ശത്രുക്കൾ നിമിത്തം നേരെയുള്ള പാതയിൽ എന്നെ നടത്തണമേ. എനിക്ക് ചൊവ്വായി തോന്നിയ വഴികളിലല്ല എനിക്ക് യാത്ര ചെയ്യാനുള്ളത്. ഞാൻ നിന്റെ വഴിയിലേക്ക് തിരിയുന്നു. ശുഭകരമായി പ്രവർത്തിക്കുവാൻ, പാറയിൽ നിന്നൊഴുകുന്ന തേൻ കൊണ്ടും മേൽത്തരമായ ഗോതമ്പ് കൊണ്ടും എൻ്റെ ജീവിതം അനുഗ്രഹിക്കപ്പെടുവാൻ ഇന്ന് രാത്രി കർത്താവെ ഞാൻ നിന്റെ വഴിയിലേക്ക് തിരികെയാണ്. എല്ലാ കണ്ണുകളും അടച്ച് ചില മിനിറ്റുകൾ ദൈവത്തോടൊന്ന് പ്രാർത്ഥിക്കാൻ തുടങ്ങിയേ. ഓ താങ്ക് യു ഹോളി സ്പിരിറ്റ്, താങ്ക് യു ഹോളി സ്പിരിറ്റ്, താങ്ക് യു ഹോളി സ്പിരിറ്റ്. നിന്റെ ഹിതം പോലെ എന്നെ നടത്തണേ. ഞാൻ പോകേണ്ട വഴി എന്നെ കാണിക്കണേ. പോകേണ്ട വഴി എന്നെ കാണിക്കണേ. ഇതൊരു പ്രാർത്ഥനയാണ്. നിൻ ഹിതം പോലെ എന്നെ നടത്തണേ. പോകേണ്ട വഴി എന്നെ കാണിക്കണേ. കൂരിരുളായാലും താഴ്വരയായാലും എൻ കൂടെ നടക്കുന്നോനെ, പരിശുദ്ധനെ രാജാവേ അങ്ങേ
കൈകളും ഒന്ന് ഉയർത്തിപ്പിടിച്ച് വരികളൊന്ന് പാടി ശബ്ദമുയർത്തി അങ്ങേ വാഴ്ത്തിയിടുന്നതാ. നിൻഹിതം പോലെ നിൻഹിതം പോലെ നടത്തണേ, പോകേണ്ട വഴി എന്നെ കാണിക്കണേ. യെസ് ജീസസ്. നിൻഹിതം കർത്താവേ, എനിക്ക് കയ്യിന്റെ വഴി വേണ്ട, എനിക്ക് ബിലയാമിന്റെ വഴികൾ വേണ്ട, എനിക്ക് കോരഹിന്റെ വഴി വേണ്ട, എനിക്ക് ഈജിപ്തിന്റെ വഴികൾ വേണ്ട, എനിക്ക് മിസ്രൈമിന്റെ വഴികൾ വേണ്ട. കർത്താവേ, നിന്റെ വാഗ്ദത്തത്തിൽ ഞാൻ വിശ്വസിക്കുകയാണ്. ഓ ജീസസ്, താങ്ക് യു ഹോളി ഗോഡ്. പരിശുദ്ധനേ രാജാവേ, അങ്ങേ വാഴ്ത്തിയിടുന്നീതാ, വീരനാം ദൈവമേ അങ്ങേ നാമിച്ചിടുന്നേ. പരിശുദ്ധനേ രാജാവേ, അങ്ങേ വാഴ്ത്തിയിടുന്നീതാ, വീരനാം ദൈവമേ അങ്ങേ നാമിച്ചിടുന്നേ. ഇരു കരങ്ങളും നെഞ്ചോട് ചേർത്ത് വെച്ചേ, എല്ലാ കണ്ണുകളും അടച്ചേ. നിൻഗീതം പോലെ നടത്തണേ, ഞാൻ പോകേണ്ട വഴി എന്നെ കാണിക്കണേ. ഏതെങ്കിലും തെറ്റായ വഴികളിലൂടെ നിങ്ങൾ ഇന്ന് രാത്രിയിൽ സഞ്ചരിക്കുന്നുണ്ടെങ്കിൽ, ദൈവഹിതമില്ലാത്ത വഴികളിലേക്ക് നിങ്ങൾ തിരിഞ്ഞെങ്കിൽ, ഇസ്രായേൽ ജനത്തോട് പറഞ്ഞ ശബ്ദം നിങ്ങൾ കേൾക്കുകയാണ്. മോനെ മോളെ, തിരിയുക, എൻ്റെ വഴിയിലേക്ക് തിരിയുക, തിരിയുക, നീ തിരിഞ്ഞു വരിക, നീ മടങ്ങി വരിക. ഞാൻ ഇതുവരെ സ്നാനപ്പെട്ട വ്യക്തിയല്ല, ഞാൻ ഇതുവരെ രക്ഷിക്കപ്പെട്ട വ്യക്തിയല്ലെന്ന് നിങ്ങൾ പറയുന്നെങ്കിൽ, ഈ പന്തലിനകത്തും ഇതിന് പുറത്തും ഒരു സത്യം തിരിച്ചറിയണം. സ്നാനം ക്രിസ്തുവിനോടുകൂടെ ചേരുവാനുള്ള വഴിയാണ്. സ്നാനം ക്രിസ്തുവിനെ ധരിക്കുവാനുള്ള വഴിയാണ്. സ്നാനം ദൈവത്തോട് നല്ല മനസ്സാക്ഷി ഉണ്ടാകുവാനുള്ള വഴിയാണ്. സ്നാനം ജീവന്റെ പുതുക്കത്തിൽ നടക്കുവാനുള്ള വഴിയാണ്. സ്നാനം ജീവപുസ്തകത്തിൽ എൻ്റെ പേരെഴുതുവാനുള്ള വഴിയാണ്. ഇന്ന് രാത്രിയിൽ എല്ലാ കണ്ണുകളും അടയുമ്പോൾ, ഞാൻ ഇതുവരെ സ്നാനപ്പെട്ട വ്യക്തിയല്ല, രക്ഷിക്കപ്പെട്ടിട്ടില്ല, എന്നാൽ ആ വഴിയിലേക്ക് ഇന്ന് രാത്രി ഞാൻ തിരിയുകയാണ്, എൻ്റെ ജീവിതം ഞാൻ കർത്താവിനായി തരുന്നു എന്ന് പറയുന്നവർ ആ കൈ ഒന്ന് ഉയർത്തിപ്പിടിച്ചേ, നന്നായിട്ട് ഉയർത്തിയേ. ഞാൻ ഇതുവരെ സ്നാനപ്പെട്ടിട്ടില്ല, എനിക്ക് സ്നാനപ്പെട്ട് കർത്താവിന് വേണ്ടി ജീവിക്കാൻ ആഗ്രഹമുണ്ട്. അവരുടെ കൈകൾ നന്നായി ഉയർത്തിപ്പിടിക്കണം. മടിക്കല്ല് മോളെ, മോനെ, ബ്രദറെ, സിസ്റ്ററെ, മടിക്കല്ല്, നന്നായിട്ട് ഉയർത്തണം. ഞാൻ സ്നാനപ്പെട്ടിട്ടില്ല, എനിക്ക് സ്നാനപ്പെട്ട് കർത്താവിന് വേണ്ടി ജീവിക്കാൻ ആഗ്രഹമുണ്ട്. ഈ വീഡിയോ എടുക്കുന്ന സഹോദരങ്ങൾ അവരിലേക്ക് തിരിയരുത്, അവരെ കാണിക്കൊന്നും ചെയ്യരുത്. അങ്ങനെ മടിക്കുന്നവരുണ്ട്. ഇന്ന് രാത്രി സ്നാനപ്പെടാൻ ആഗ്രഹമുണ്ടെന്നുള്ളവർ ആ കൈകളൊന്ന് ഉയർത്തിപ്പിടിച്ചേ, ഒന്ന് ഉയർത്തിപ്പിടിച്ചേ, നന്നായി ഉയർത്തിപ്പിടിച്ചേ. ആ പുറകിൽ ബ്രദർ ഉയർത്തിപ്പിടിച്ചേ, എനിക്ക് സ്നാനപ്പെട്ട് കർത്താവിനായി ജീവിക്കണം. പല കരങ്ങൾ ഞാൻ ഈ പന്തലിൽ കാണുന്നുണ്ട്. ദയവായിട്ട് വോളണ്ടിയേഴ്സ്, ശുശ്രൂഷകർ, അവർ അടുത്തൊന്ന് ചെല്ലാവോ? ആ പുറകിൽ പല കരങ്ങൾ ഞാൻ കാണുന്നുണ്ട്. അവർ അടുക്കൽ ചെന്ന് നിങ്ങളുടെ കയ്യിൽ കാർഡോ തീരുമാന കാർഡോ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അവർക്കൊന്നും കൊടുക്കാവോ? ആ കൈകൾ ഉയർത്തിയവർക്ക് വേണ്ടി ഞാനിന്ന് പ്രാർത്ഥിക്കാൻ പോവുകയാണ്. പിതാവേ, ഇന്ന് രാത്രി നിന്റെ കൽപ്പന അനുസരിക്കാൻ തീരുമാനമെടുത്ത പ്രിയ കുഞ്ഞുങ്ങളെ, ആ പുറകിലും ഈ സൈഡിലുമായിട്ടൊക്കെ നിൽക്കുന്നവരെ കർത്താവോട് അനുഗ്രഹിക്കണമേ. അവരുടെ ഹൃദയത്തിലേക്ക് കർത്താവ് ഇറങ്ങിച്ചെല്ലണമേ. ക്രിസ്തുവാകുന്ന വഴിയിലേക്ക് തിരിയുവാൻ, അതവരുടെ ജീവിതത്തിൻ്റെ വഴിത്തിരിവാകുവാൻ, അത് നിത്യതയിലേക്കുള്ള വഴിയാകുവാൻ പരിശുദ്ധാത്മാവ് ഇടയാക്കണമേ എന്ന് ഞാൻ അങ്ങയോട് പ്രാർത്ഥിക്കുന്നു. അപ്പാ, നിന്റെ മക്കളെ ഇവിടെ നിന്ന് അനുഗ്രഹിച്ചാട്ടെ, യേശുവിൻ്റെ നാമത്തിൽ തന്നെ, ആമേൻ. ഇന്ന് രാത്രി കർത്താവേ, എനിക്കൊരു സൗഖ്യം വേണം, എനിക്കൊരു വിടുതൽ വേണം. മിശ്രൈമർക്ക് വരുത്തിയ വ്യാധികളിലൊന്നും ഞാൻ നിനക്ക് വരുത്തുകയില്ല, ഞാൻ നിന്നെ സൗഖ്യമാക്കുന്ന യഹോവയാകുന്നു. നിന്റെ അപ്പത്തെയും വെള്ളത്തെയും ഞാൻ അനുഗ്രഹിക്കും, നിന്റെ രോഗങ്ങളെ നിന്റെ നടുവിൽ നിന്ന് ഞാൻ അകറ്റിക്കളയും. കർത്താവേ, എനിക്കൊരു സൗഖ്യം വേണം. ഞാൻ ദൈവിക രോഗശാന്തിയിൽ വിശ്വസിക്കുന്നു.
എന്നുള്ളവർ ആ കൈകളൊന്ന് ഉയർത്തിപ്പിടിക്കാം. ആരുമാകട്ടെ, ഒരു വിടുതലിൽ നടക്കണം, ഒരു സൗഖ്യം എനിക്കുണ്ടാകണം, എൻ്റെ ശരീരത്തിലൊരു അത്ഭുതത്തെ കർത്താവ് ഇന്ന് രാത്രി ചെയ്യണം. അതരങ്ങൾ തുറന്ന് കർത്താവിനോടൊന്ന് പ്രാർത്ഥിക്കാൻ തുടങ്ങി. ശബ്ദം ഉയർത്തി അന്യഭാഷ ലഭിച്ചവർ അന്യഭാഷ പ്രാർത്ഥിക്കാൻ തുടങ്ങി. പുഷ്ടി നിമിത്തം നുഖങ്ങൾ തകരട്ടെ, അഭിഷേക നുഖങ്ങളെ തകർത്ത് കളയട്ടെ. നിന്റെ മേൽ ശത്രു വെച്ച സകല രോഗത്തിന്റെ നുഖങ്ങളും യേശുവിന്റെ നാമത്തിൽ ഇന്ന് രാത്രിയിൽ തകർന്നു മാറട്ടെ. കേൾക്കാൻ കഴിയാത്ത ചെവികൾ ഇന്ന് രാത്രി സുഖപ്പെടട്ടെ. കാണാത്ത കണ്ണുകളിൽ കർത്താവിന്റെ സൗഖ്യമുണ്ടാകട്ടെ. എല്ലാ ട്യൂമറുകളും ഡിസപ്പിയർ ആകട്ടെ യേശുവിന്റെ നാമത്തിൽ. അസ്ഥികളിലുള്ള തേയ്മാനങ്ങൾ ഇന്ന് രാത്രി സൗഖ്യമാകട്ടെ. അതരങ്ങൾ തുറന്ന് ആത്മാവിൽ പ്രാർത്ഥിക്കാൻ തുടങ്ങി. അതരങ്ങൾ തുറന്ന് പ്രാർത്ഥിക്കാൻ തുടങ്ങി. യേശുവിൻ അധികാരമുള്ള നാമത്തിൽ, യേശുവിന്റെ അടിപ്പിണരാൽ നിന്റെ ജനത്തിന് സൗഖ്യമുണ്ടാകട്ടെ. പുറപ്പാട് 15:26 ഞാൻ നിന്നെ സൗഖ്യമാക്കുന്ന യഹോവയാകുന്നു. യെശയ്യാ 53:5 അവന്റെ അടിപ്പിണരാൽ നിനക്ക് സൗഖ്യം വന്നിരിക്കുന്നു. സങ്കീർത്തനം 103:3 അവൻ നിന്റെ സകല അകൃത്യങ്ങളും മോചിക്കുന്നു, നിന്റെ സകല രോഗങ്ങളെയും അവൻ സൗഖ്യമാക്കുന്നു. യിരെമ്യാ 33:6 ഞാൻ നിനക്ക് സാക്ഷാൽ രോഗശാന്തിയും ആരോഗ്യവും വരുത്തി തരുന്നു. മർക്കോസ് 16:17 വിശ്വസിക്കുന്നവരാൽ ഈ അടയാളങ്ങൾ നടക്കുന്നു. യേശുവിൻ നാമത്തിൽ ഇന്ന് രാത്രിയിൽ ആ ശരീരത്തിന്റെ മേളിൽ സൗഖ്യം ഉണ്ടാകട്ടെ, വിടുതൽ ഉണ്ടാകട്ടെ. വർഷങ്ങൾ പഴക്കമുള്ള ആ രോഗാത്മാവ് ഇപ്പോൾ യേശുവിൻ നാമത്തിൽ അവരെ വിട്ടുമാറണേ. ഓ, കൈകൾ അടിച്ച് ആ വിടുതൽ സ്വീകരിക്കാൻ തയ്യാറായി. ഇരു കരങ്ങളും അടിച്ച് എല്ലാവരും ആ കരങ്ങളെ തുറന്ന് മരണത്തിൻ പാശങ്ങൾ അഴിച്ച് പാതാള ഗോപുരങ്ങളെ തകർത്താവ് ഇന്ന് രാത്രി ഇതിന്റെ നടുവിൽ ഇറങ്ങി നിൽക്കുന്നതിനായി നന്ദി. യെസ് ലോർഡ്, നന്നായി ആത്മാവിൽ ഇരു കരങ്ങളും അടിച്ച് സ്വർഗത്തിലും സ്വർഗത്തിലും ഭൂമിയിലും നിനക്കു തുല്യനായ, സ്വർഗത്തിലും ഭൂമിയിലും നിനക്കു തുല്യനായ. മരണത്തിൻ പാശങ്ങൾ അഴിച്ചു, ഗോപുരം തകർത്തു. മരണത്തിൻ പാശങ്ങൾ അഴിച്ചു, ഗോപുരം തകർത്തു. പോലെ ആരുമില്ല ഉയർത്തെഴുന്നേറ്റവനെ, അങ്ങെ പോലെ ആരുമില്ല ഉയർത്തെഴുന്നേറ്റവനെ. യേശുവെ പോലാരുമില്ല, യേശുവെ പോലാരുമില്ല, യേശുവെ പോലാരുമില്ല, യേശുവെ പോലാരുമില്ല. സ്വർഗത്തിലും ഭൂമിയിലും നിനക്കു തുല്യനായ, സ്വർഗത്തിലും ഭൂമിയിലും നിനക്കു തുല്യനായ. മരണത്തിൻ പാശങ്ങൾ അഴിച്ചു, ഗോപുരം തകർത്തു. മരണത്തിൻ പാശങ്ങൾ അഴിച്ചു, ഗോപുരം തകർത്തു. അങ്ങെ പോലെ ആരുമില്ല ഉയർത്തെഴുന്നേറ്റവനെ, അങ്ങെ പോലെ ആരുമില്ല ഉയർത്തെഴുന്നേറ്റവനെ. യേശുവെ പോലാരുമില്ല, നമ്മുടെ യേശുവെ പോലാരുമില്ല, യേശുവെ പോലാരുമില്ല, നമ്മുടെ യേശുവെ പോലാരുമില്ല. സ്വർഗത്തിലും ഭൂമിയിലും നിനക്കു തുല്യനായ, സ്വർഗത്തിലും ഭൂമിയിലും നിനക്കു തുല്യനായ. കർത്താവേ, ദേവന്മാരിൽ നിനക്കു തുല്യനായ, സ്വർഗത്തിലും ഭൂമിയിലും നിനക്കു തുല്യനായ. കർത്താവേ, ദേവന്മാരിൽ നിനക്കു തുല്യനായ, സ്വർഗത്തിൽ
നമ്മുടെ യേശു